സൂറത്തുന്നൂർ 5-ാം ഭാഗം. بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وبنعمته تتم الصالحات. اللهم صل وسلم وبارك على سيدنا وحبيبنا محمد المتمم لمكارم الأخلاق، صفوة الخلق وصفوة الحق، سيد الكونين والثقلين، قائد الغر المحجلين، محمد صلى الله عليه وسلم. صلى الله عليه صلاة وسلاما دائمين متلازمين إلى أبد الآبدين. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة، ولا تقبلوا لهم شهادة أبدا، وأولئك هم الفاسقون. إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. صدق الله العلي العظيم. بارك الله لي ولكم بالقرآن العظيم، ونفعني وإياكم بما فيه من الآيات والذكر الحكيم، وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ നിമിത്തമായ ഒരു സദസ്സായി അല്ലാഹു ഈ ഇൽമിന്റെ മജ്ലിസിനെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇത് നമ്മുടെ എല്ലാ ദുന്യവിയും ഉഖ്റവിയുമായ വിജയത്തിന് കാരണമായ ഒരു മജ്ലിസായി അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. നമ്മളെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മുഅ്മിനാത്തുകൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരുമാറാകട്ടെ. മുസ്ലിം ഉമ്മത്തിനെ അല്ലാഹു ഇസ്സത്തിലാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ സൂറത്തുൻ നൂറിലെ 4-ാമത്തെയും 5-ാമത്തെയും ആയത്തിനെ സംബന്ധിച്ചാണ് പഠിക്കുന്നത്. ഈ സൂറയിലെ 5-ാമത്തെ ദർസാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമൂഹത്തിന്റെ അഭിമാനകരമായ നിലനിൽപ്പിന് എന്തെല്ലാം തടസ്സമാണോ, അതിലേറ്റവും ഗുരുതരമായ വിഷയമേതോ ആ വിഷയത്തെ ആസ്പദമാക്കി അതിന്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കി തന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൻ നൂർ പോലും അല്ലാഹു പരിചയപ്പെടുത്തുന്നത് തന്നെ വബയ്യനാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത്. ഇത് അല്ലാഹു വ്യക്തമായി പറഞ്ഞു തരാണ്. ഒരൊറ്റ ആയത്തിലൂടെ
ഇപ്പറയുന്ന നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ഒരു വ്യഭിചാരത്തിന്റെ വിഷയം അല്ലാഹു തആലാക്ക് മനസ്സിലാക്കി തരാൻ കഴിയാത്തത് കൊണ്ടല്ല, വബയ്യന്ന, വിശദമാക്കി തരാൻ. സംശയങ്ങൾ ഒരിക്കലും ബാക്കിയാവരുത്. ഈ വിഷയകമായി അത് പറ്റുമോ ഇത് പറ്റുമോ ഈ ചോദ്യമൊന്നും ഇനി വേണ്ട. വഅൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്ത്, അല്ലാഹു ഒരുപാട് വ്യക്തമായ ആയത്തുകളിലായി അല്ലാഹു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഓതിവെക്കുന്ന ആയത്ത്, വ്യഭിചാരം എന്ന വാക്ക് സമൂഹത്തിൽ പറഞ്ഞു പോകരുത്. വ്യഭിചാര ആരോപണം ആരെങ്കിലും നടത്തിയാൽ അവർക്ക് നൽകപ്പെടുന്ന ശിക്ഷ ജൽദുൽ ഖദ്ഫ്, അതിനെ സംബന്ധിച്ചാണ് ഹദ്ദുൽ ഖദ്ഫ് എന്ന് പറയുന്ന ഒരു വിഷയമാണ് അല്ലാഹു ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് സമൂഹത്തിൽ ഈ വാക്കുപോലും പറയപ്പെട്ടുകൂടാ എന്നർത്ഥം. ഇന്ന ആള് വ്യഭിചരിച്ചിട്ടുണ്ട്, ഇന്ന പെണ്ണ് വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് നിരപരാധികളായ മുഅ്മിനീങ്ങളായ മുഅ്മിനാത്തുകളായ ആളുകളെ സംബന്ധിച്ച് പറയുന്നത് ഗുരുതരമാണ്. അങ്ങനെ പറയുന്ന ആളുകൾ ആ വാദത്തിന് സാക്ഷികളായി 4 പേരെ വിസ്തരിക്കാത്ത പക്ഷം അവർക്ക് 80 അടി ശിക്ഷ നൽകപ്പെടണം എന്ന് അല്ലാഹു പറയുന്ന ആയത്താണിത്. സുബ്ഹാനല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء والذين يرمون المحصنات ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. والذين وربഭാഗം യർമൂനൽ മുഹ്സനാത്ത്, പതിവ്രതകളായ ചാരിത്രശുദ്ധി സൂക്ഷിക്കുന്ന ശരീരങ്ങളെ വ്യഭിചാര ആരോപണം നടത്തുന്നവർ. മുഹ്സനാത്ത് അൽ അൻഫുസുൽ മുഹ്സനാത്ത്, പതിവ്രതകളായ പെണ്ണുങ്ങളെ എന്നവിടെ വ്യക്തമായിട്ട് അങ്ങനെ തോന്നും, പക്ഷേ ആണിനും പെണ്ണിനും ഇത് ബാധകമാണ്. പതിവ്രതകളായ ആളുകൾ വിശദീകരിക്കും. മുസ്ലിമീങ്ങൾ, പിന്നെ വ്യഭിചാരം ചെയ്യാത്തവർ. അത്തരം മുഹ്സനുകളായ ആളുകളെ, ചാരിത്രശുദ്ധിയുള്ള ആളുകളെ യർമൂന, റമാന്ന് പറഞ്ഞാൽ ശരിക്ക് ഇവിടെയുള്ള അർത്ഥം ആരോപണം ഉന്നയിക്കുക എന്നാണ്. പക്ഷെ ആ വാക്കിന്റെ അർത്ഥം എന്താ? എറിയുക എന്നാണ്. ഹജ്ജിന്റെ ഒക്കെ ഭാഗമായിട്ട് റമ്യുൽ ജമറാത്ത്, ജംറകൾ എറിയില്ലേ? സത്യത്തിൽ ഒരു മനുഷ്യന്റെ തലക്ക് വലിയ കല്ലുകൊണ്ട് പ്രഹരമേൽപ്പിക്കുന്നത് പോലെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായ ഒരു വിഷയമാണ് അവരിൽ ഏതെങ്കിലും ഒരാൾ വ്യഭിചാരം ആരോപിക്കുക എന്ന് പറഞ്ഞാൽ. ഇയാൾ വ്യഭിചരിച്ചിട്ടുണ്ട്, അവൾ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ, പറയുന്നവർ. എന്നിട്ട് ആരോപണം ഉന്നയിച്ചതിൽ പിന്നെ ലം യഅ്തു ബിഅർബഅതി ശുഹദാ, 4 സാക്ഷികൾ. അർബഇ ശുഹദാ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥവ്യത്യാസം വരും. അർബഅത്ത് മഅദൂദ് മുദക്കറാണെങ്കിൽ അദദ് മുഅന്നസാണെന്ന അദദിന്റെ നഹ്വ് അങ്ങനെയാണ് ഖായിദ. അതായത് 4 പുരുഷന്മാർ സാക്ഷി നിൽക്കണം എന്നർത്ഥം. പെണ്ണുങ്ങൾ സാക്ഷി നിന്നാ പോരാ. ഈ വിഷയത്തിൽ 4 പുരുഷന്മാരെ സാക്ഷി നിർത്താൻ കഴിയണം. ആരാണ് സാക്ഷി നിൽക്കുന്നത്? നല്ല സാത്വികരായ നല്ല മനുഷ്യന്മാർ 4 പേർ ഇവന് പറഞ്ഞ ആരോപണത്തിന് സാക്ഷികളായി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇവന് 4 ആളെ കിട്ടിയില്ല, ഇവൻ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ ഫജ്ലിദൂഹും, നിങ്ങൾ അവരെ അടിക്കണം. അത് ശർഇന്റെ നിയമം കൈകാര്യം ചെയ്യുന്ന ഹാക്കിമിന്, വാലിക്ക്, അല്ലെങ്കിൽ ഖാദിക്കുള്ള അള്ളാഹുവിന്റെ ഓർഡറാണ്. എത്ര അടി? 80 ജൽദ, 80 വീതം അടിക്കണം. 80 അടി അടിക്കണം. കഴിഞ്ഞോ? മാത്രമല്ല വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദാ,
ഒരിക്കലും ഇവരെ ഒരു വിഷയത്തിനും സാക്ഷികളായി വിസ്തരിക്കുക പോലും ചെയ്യരുത്. ഇവരതിന് പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? വഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ ഫാസിഖുകളാണ്. ഫിസ്ക് എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരം ചെയ്യാം. ഫാസിഖ് എന്ന് പറഞ്ഞാൽ അൽ മുജാഹിറു ബിൽ മഅസിയ, തിന്മ പരസ്യമായി ചെയ്യുന്ന ആൾക്കാണ് ഫാസിഖ് എന്ന് പറയാം. കാരണം ഒരു മുഅ്മിനായ മനുഷ്യനെ കുറിച്ച് ഒരാരോപണം ഇവൻ ഉന്നയിച്ചില്ലേ, അതിന്റെ പേരിൽ ഇനി ഇവന്റെ ഷഹാദത്ത്, ഇവൻ സാക്ഷി പറഞ്ഞു, മാസം കണ്ട് സാക്ഷി കൂട്ടൂല, നിക്കാഹിന്റെ സാക്ഷിയിൽ ഇവനെ പറ്റൂല, കച്ചവടത്തിന്റെ സാക്ഷിയിൽ ഇവനെ പറ്റില്ല, ഒരു ഷഹാദത്തിനും ഇവരെ കൂട്ടാൻ പറ്റില്ല. ലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദാ, നെവർ, ഒരിക്കലും ഇവരെ സാക്ഷി പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റൂല? സാക്ഷി പറയുന്നവർ സത്യസന്ധന്മാരാകണം. വഉലൈക ഹുമുൽ ഫാസിഖൂൻ, ഇവർ ഫാസിഖീങ്ങളാണ്. പടച്ചവനെ, എന്താണ് അല്ലാഹു തആല ഈ പറയുന്നത്? എന്താണ് റബ്ബ് ജല്ല ജലാലു നമ്മെ ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്? ഒരാളെ സംബന്ധിച്ച്, മുഅ്മിനായ ആണിനെ സംബന്ധിച്ചോ പെണ്ണിനെ സംബന്ധിച്ചോ വ്യഭിചാര ആരോപണം, ഇയാൾ വ്യഭിചരിച്ചു, അങ്ങനെ ഒരു ആരോപണം ചെയ്താൽ ആ ആരോപണം ചെയ്ത വ്യക്തിക്ക് 4 സാക്ഷികളെ വിസ്തരിക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ആരെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ചുവോ അയാളത് സമ്മതിക്കണം. ആ പറഞ്ഞത് ശരിയാണ്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സാക്ഷികളെ 4 സാക്ഷികളെ കിട്ടിയില്ല. എന്താണ് ഈ സാക്ഷികൾ പറയേണ്ടത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് വഴിയെ പറയും. ഒരുപാട് മസ്അലകൾ ഇതിനെ സംബന്ധിച്ച് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ജാമിഉ അഹ്കാമിൽ ഖുർആനിൽ ഇമാമുൽ ഖുർത്തുബി റഹിമഹുല്ലാഹ് ഒരുപാട് മസ്അലകൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നു. മറ്റു മുഫസ്സിരീങ്ങളൊക്കെയും 4 സാക്ഷികളെ വിസ്തരിച്ചില്ല. ആരോപണം ആരെ സംബന്ധിച്ചു പറഞ്ഞുവോ, ആ പെണ്ണോ ആണോ, അത് സമ്മതിച്ചതുമില്ല, ഞാൻ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഈ ആരോപണം ഉന്നയിച്ച ആൾ 80 അടി അടിക്കപ്പെടാനുള്ള ശിക്ഷ ഇയാളിൽ നിർബന്ധമാവുകയാണ്. ജൽദുൽ ഖദ്ഫ്, ഖദ്ഫിന്റെ പേരിലുള്ള അടി എന്നാണ് പറയാ. ഖദ്ഫ് എന്നാണ് ഈ മസ്അലയുടെ പേരതാണ്. ഖദ്ഫ് പറയുക, വ്യഭിചാര ആരോപണം പറയുക. നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു ചെറിയ വിഷയമല്ല, ചെറിയ വിഷയമല്ല നമ്മൾ ഈ പറയുന്നത്. മുസ്ലിമായ ഒരു ആഖിലുൻ ബാലിഗുമായ ഒരു മനുഷ്യൻ ആരെ സംബന്ധിച്ച് പറയണം, ആര് പറയണം, എന്തു പറയണം? 9 ഷർത്തുകൾ ഇതിൽ മഹാന്മാരായ ഫുഖഹാ ഈ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തിട്ടുണ്ട്. 9 ഷർത്തുകളുണ്ട് ഇവിടെ. ഒന്ന്, ആരെ സംബന്ധിച്ചു പറയുന്നുവോ അയാളിൽ 5 ഷർത്തുകൾ വേണം. ഒന്ന്, ഏതൊരു പെണ്ണിനെ സംബന്ധിച്ചാണോ ഇങ്ങനെ പറഞ്ഞത് ആ പെണ്ണ് ആഖിലത്താൻ, ബുദ്ധിയുള്ള പെണ്ണാണ്, മജ്നൂനത്തല്ല, ഭ്രാന്തിയല്ല, ഭ്രാന്തുള്ളവളല്ല. ആഖിലാണ്, ബാലിഗത്താൻ, പ്രായപൂർത്തിയെത്തിയ പെണ്ണാണ്, ഒരു കുട്ടിയെ സംബന്ധിച്ചല്ല ഈ പറഞ്ഞത്. അങ്ങനൊക്കെ പറഞ്ഞാൽ ഇതല്ലാത്ത ശിക്ഷ അവിടെയുമുണ്ട്. പക്ഷെ ഈ ശിക്ഷ 80 വീതം അടിക്കപ്പെടുക എന്ന ശിക്ഷ നൽകപ്പെടാൻ ആരെ സംബന്ധിച്ച് പറഞ്ഞോ അവൾ ആഖിലത്താവണം, അവൾ പ്രായപൂർത്തിയായവളാകണം, മുസ്ലിമത്താകണം, സ്വതന്ത്രയാകണം, അല്ലെങ്കിൽ സ്വതന്ത്രനാവണം. ആണാണെങ്കിൽ ഇതൊക്കെ ആണിനും ബാധകമാണ്. പിന്നെ ഇഫ്ഫത്തുള്ള ആളാവണം. ഇതൊന്നും ചെയ്യാത്ത ആളുകളാണ്. ഇർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ ലുഇനു ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹു സൂറത്തുൻ നൂറിൽ തന്നെ പറയുന്നു, ഒന്നും അറിയാതെ നടക്കുന്ന ഗാഫിലത്തായ പെണ്ണുങ്ങൾ. ഗാഫിലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ല എന്തോ ഒരു ഗഫലത്ത്. എന്താ ഗഫലത്ത് എന്ന് പറഞ്ഞാൽ? അശ്രദ്ധ. അശ്രദ്ധയിൽ ഇങ്ങനെ നടക്കണ പെണ്ണുങ്ങൾ. ആ വാക്കിന്റെ അർത്ഥം ഇതാണ്. ഒരു തിന്മ ചെയ്ത ഒരു മനുഷ്യനാണെങ്കിൽ ഇതാരെങ്കിലും അറിയോ, ഇതാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ, ഇതിന്റെ പേരിൽ എനിക്ക് ശിക്ഷ വരാൻ പോകുന്നുണ്ടോ, ഇതൊക്കെ ആലോചിച്ച് ശ്രദ്ധയിലായിരിക്കും ആ മനുഷ്യൻ നടക്കുക. അങ്ങനെയാണല്ലോ, തിന്മ ചെയ്താൽ ഇത് ഹൈഡ് ചെയ്യാൻ നോക്കും. അങ്ങനത്തെ ഒരു ശ്രദ്ധയില. ഈ മുഅ്മിനാത്തുകൾ ഗാഫിലത്താണ്. അവർക്ക് അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇവരങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതിന്റെ പേരിൽ അശ്രദ്ധയിലാണ്. അതാണ് അങ്ങനത്തെ പെണ്ണുങ്ങളെ, അവര് അങ്ങനെ വ്യഭിചാരോപണം ചെയ്യുന്നവർ ലുഇനൂ ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ശപിക്കപ്പെട്ടവരാണ് എന്ന് അല്ലാഹു ഇതേ സൂറയിൽ പറയാൻ പോകുന്നു. സുബ്ഹാനല്ലാഹ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് മുനാഫിക്കുകളായ ആളുകൾ പറഞ്ഞു പരത്തിയ ഇഫ്കിന്റെ വിഷയത്തിലേക്കുള്ള സൂചനകളാണിത്. വല്ലദീന യർമൂനൽ മുഹ്സനാതി, മുഹ്സനാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ പെണ്ണുങ്ങളാണോ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിലാണ് ആയത്തിറങ്ങുന്നത്. പക്ഷേ
ആമൻ ലാ ഫീ തിൽക നാസില. ഇപ്പറഞ്ഞ സബബുൻ നുസൂലിൽ മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ്. ഏത് മുസ്ലിമായ മനുഷ്യനെ പറ്റി പറഞ്ഞാലും ഈ പറയുന്ന നിയമം ബാധകമാണ്. പെണ്ണുങ്ങളെ സംബന്ധിച്ച് അൽ മുഹ്സനാത്ത് അൽ മുഹ്സിനീൻ എന്ന് പറയാതെ അൽ മുഹ്സനാത്ത്, എന്തേ പെണ്ണിൻ എന്ന് തോന്നിപ്പിക്കുന്ന വാക്ക് അല്ലാഹു പറഞ്ഞത്? സത്യത്തിൽ ഇവിടെ ആണും പെണ്ണും ഉദ്ദേശമാണ്. കാരണം പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ആ പെണ്ണിന്റെ ഇഫ്ഫത്താണ്, ചാരിത്രശുദ്ധി എന്ന് പറഞ്ഞതാണ്. അത് പോയാൽ ഒരു പെണ്ണിന്റെ അഭിമാനം തകർന്നില്ലേ? അതുകൊണ്ട് പെണ്ണുങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ വിഷയം അതിഗൗരവം തന്നെയാണ് എന്ന് സൂചിപ്പിക്കാനാണ് അങ്ങനെ പറഞ്ഞതെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഇവിടെ അഭിപ്രായപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, ഇത് ഇജ്മാഉൽ ഉമ്മയാണ്. പുരുഷനും സ്ത്രീയും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നു എന്ന ആശയം ഇജ്മാഉൽ ഉമ്മ. ഒരു ആൾക്കും അതിൽ എതിരഭിപ്രായമില്ല. ഒരാളെ സംബന്ധിച്ചുകൊണ്ട് പറയാം, അങ്ങനെയൊക്കെ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലില്ലേ? മുസ്ലിമായ ഒരു മനുഷ്യനാണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ മനുഷ്യനാണോ, മുസ്ലിമായ വാപ്പാക്കും ഉമ്മാക്കും പിറന്ന ഒരു മകനാണോ ഒരു മകളാണോ, അവരെ സംബന്ധിച്ച് ഈ വക കാര്യങ്ങൾ പറഞ്ഞാൽ, അത് 1 കോടി ആളുകൾ പറഞ്ഞാൽ അവർ മുഴുവൻ ആളുകൾക്കും അള്ളാഹുവിന്റെ നിയമം ബാധകമാണ്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ നോക്കുമ്പോ പത്രപ്രവർത്തനത്തിലെ മീഡിയ ജേർണലിസത്തിൽ ഇസ്ലാം എങ്ങനെ, ദീൻ എങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് വലിയൊരു ചോദ്യചിഹ്നമാണ്. കണ്ടെന്ന് മുഴുവൻ വിളിച്ചു പറയാൻ പറ്റില്ല. ശരീഅത്തുൽ ഇസ്ലാം അങ്ങനെയാണ്. കണ്ടത് മുഴുവനും വാർത്തയാക്കാൻ പറ്റില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ ഇവിടെ പാലിക്കപ്പെടണം. ആളുകളെ സംബന്ധിച്ച് ആരോപണം ഉന്നയിക്കല്ലേ. മുസ്ലിമിനെ സംബന്ധിച്ചാണ് നീ പറയുന്നത്. അള്ളാഹു നൽകുന്ന അഭിമാനം ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന ഹഖാണ്. ആ ഹഖ് ഹനിക്കാൻ നമുക്ക് അള്ളാഹു ഒരു നിലക്കും അവകാശം തന്നിട്ടില്ല. പിന്നെ എങ്ങനെ പറയും? അങ്ങനെ പറഞ്ഞത് കാഫിറാണെങ്കിൽ പോലും ആ കാഫിറിൽ ഈ ശിക്ഷ നടപ്പാക്കപ്പെടുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഏറ്റു പറയുന്നവർ മുഴുവനും അതിന് കുറ്റക്കാരാണ്. ഏതെങ്കിലും ഒരു വിഷയങ്ങൾ കാണുമ്പോഴേക്കും ഒരു ആരോപണം ഉന്നയിക്കല്ലേ. സ്വന്തം ഭാര്യയെക്കുറിച്ചോ അയൽവാസിയെക്കുറിച്ചോ കോളേജിലേക്ക് പോകുന്ന ഒരു പെണ്ണിനെ കുറിച്ചോ നീ അറിയാത്തത് പറയണ്ട. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ അവൻ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണ് ആയിക്കോട്ടെ, നീ നിന്റെ ഊഹം വെച്ചിട്ട് അയാളിൽ വ്യഭിചാര ആരോപണം ചെയ്യല്ലേ. ഗുരുതരമായ തെറ്റാണിത്. അങ്ങനെ പറഞ്ഞാൽ ആ പറഞ്ഞ ആളുടെ മുതുക് പുറത്താണ് അടി. ആ അടിയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ 4 ശുഹദാ, 4 സാക്ഷികളെ വിസ്തരിക്കണം. എന്താണ് ഈ സാക്ഷികൾ പറയേണ്ടത്? എന്താണ് ഈ സാക്ഷി പറയേണ്ടത്? വ്യഭിചാരം എന്ന സംഗതി എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ ഞാൻ കണ്ടു എന്ന് പറയണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സുറുമക്കുപ്പിയിൽ അതിന്റെ സുറുമക്കുപ്പി സുറുമയെടുക്കാൻ ഉപയോഗിക്കുന്ന അതിന്റെ ചെറിയൊരു കഷ്ണമുണ്ട്. ഒരു മരം കൊണ്ടുണ്ടാക്കുന്ന ഒരു കഷ്ണം, അത് സുറുമക്കുപ്പിയിൽ ഇട്ടിട്ടായി എടുക്കുക. അതുപോലെ എന്ന് പറഞ്ഞാൽ വ്യഭിചാരം എന്നത് എന്താണോ അത് പച്ചയിൽ അള്ളാന്റെ മുത്തഖീങ്ങളായ 4 മനുഷ്യന്മാർ കണ്ടു എന്ന് സാക്ഷി പറഞ്ഞില്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിച്ച ആളിൽ ഖദ്ഫിന്റെ ശിക്ഷ നിർബന്ധമാകും എന്ന് അള്ളാഹുവിന്റെ ആയത്ത് പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. വതഹ്സബൂനഹു ഹയ്യന വഹുവ ഇൻദല്ലാഹി അളീം. എത്രയോ വിഷയങ്ങൾ വളരെ ലാഘവത്തോടുകൂടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു. വഹുവ ഇൻദല്ലാഹി അളീം. ഇത് അല്ലാഹുവിന്റെ അടുക്കൽ ഗുരുതരമാണ്. വ്യഭിചാരം എന്ന വാക്ക് പോലും സമൂഹം ഉപയോഗിക്കല്ലേ. ഇതാണ് അല്ലാഹു പറയുന്നത്. അങ്ങനത്തെ ഒരു പ്രയോഗം വേണ്ട. വ്യഭിചാരി എന്ന് നിങ്ങൾ ആരോപിക്കല്ലേ. അങ്ങനെ ആരോപണമുണ്ടെങ്കിൽ വ്യക്തമായ സാക്ഷികളെ വിസ്തരിക്കണം. അത് കഴിയില്ലേ, മിണ്ടിപ്പോവരുത്. 4 സാക്ഷികളെ കിട്ടി. സാക്ഷി പറയാൻ നേരത്ത് ഒരാൾ പിന്മാറി എന്ന് വിചാരിക്കുക. എന്താണ് നിയമം? വഴി വരാൻ പോകുന്നു. ആ 3 ആൾക്കും അടി കിട്ടും. ആരോപണം ഉന്നയിച്ച ആൾക്കും ഈ ശിക്ഷ 80 വീതം അടിക്കപ്പെടുമെന്നാണ്. ചാട്ടവാറുകൊണ്ട് അടിക്കപ്പെടും 80 വീതം അടി. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. വല്ലദീന യർമൂനൽ മുഹ്സനാത്ത് ثم لم يأتوا ب4 شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا. ഈ പറഞ്ഞ ആളുകളെ സാക്ഷി പറയാൻ കൊള്ളൂല. കഴിഞ്ഞില്ലേ? അത് മാത്രമോ, ഇനി അല്ലാഹു പറയുന്നത് വഉലൈക ഹുമുൽ ഫാസിഖൂൻ. ഇവര് തെമ്മാടികളാണ്. ആരാണിത്? മുഅ്മിനായ ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞ ആൾ. ആ പറഞ്ഞ മുഴുവൻ ആളുകളും ഫിസ്കിൽ പെടും. അവരെ സാക്ഷി പറയാൻ കൊള്ളൂല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്കൊക്കെ പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. എന്തൊരു ഗുരുതരമാണ്.
സുബ്ഹാനല്ലാഹ്. സാക്ഷി പറയുന്ന വ്യഭിചാര ആരോപണം ഉന്നയിക്കുന്ന ആളിൽ ഷർത്ത് വേണം. ആരെ സംബന്ധിച്ചു പറയുന്നു അതിൽ ഷർത്ത് വേണം. ഏത് വിഷയത്തിൽ പറയുന്നുവോ അതിലും ഷർത്തുണ്ട്. 5 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആരെ സംബന്ധിച്ചു പറയുന്നു അയാൾ എന്താവണം? ആ പറഞ്ഞ ആൾ മുസ്ലിമാണ്, പ്രായപൂർത്തിയായിട്ടുണ്ട്, ബുദ്ധിയുണ്ട്. മുസ്ലിമുൻ ആഖിലുൻ ബാലിഗുൻ ഹുർറുൻ, സ്വതന്ത്രനാണ്. എന്താ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്? ഇന്നിപ്പോ അടിമ സമ്പ്രദായമില്ല. അതുകൊണ്ട് നമുക്ക് അടിമകളും സ്വതന്ത്രനും തമ്മിലുള്ള മസ്അലകളുടെ വ്യത്യാസം ഫിഖ് എടുത്തു നോക്കിയാൽ ഒരുപാട് മസ്അലകളിൽ വ്യത്യാസം വരും, അടിമക്കും അതുപോലെ സ്വതന്ത്രനും. അന്ന് അടിമ പെണ്ണുങ്ങൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തൊരു വിഷയം, സുഫത്തിന്റെ അഹ്ലുകാരിൽ ചിലരെങ്കിലും വ്യഭിചാരം നടത്തിയിരുന്ന സമ്പന്നകളായ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചാലോ എന്നൊന്ന് ആഗ്രഹിച്ചു പോയിരുന്നു, ദാരിദ്ര്യത്തിന്റെ കാഠിന്യം കൊണ്ട് എന്ന വിഷയത്തിൽ ആയിത്തിറങ്ങിയത് നമ്മൾ പരിശോധിച്ചിട്ടുണ്ട്. അതൊക്കെ അടിമ സ്ത്രീകളായിരുന്നുവെന്നാണ്. അടിമ സ്ത്രീകളായി പണി ചെയ്യുള്ളൂ. സുബ്ഹാനല്ലാഹ്. അടിമ പെണ്ണുങ്ങളാണ് ആ പണി ചെയ്തിരുന്നത്. അവരവരുടെ വീടിന്റെ മുകളിൽ ചെറിയൊരു പതാക വെക്കുമെന്ന റായ യുറഫ്ന ബിഹാ, അങ്ങനെ ഒരു പതാക വെച്ചാൽ ഇവിടെ കഴിയുന്ന അടിമപ്പെണ്ണ് വ്യഭിചാരിണിയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി അവർ ചെയ്യുമായിരുന്നുവെന്നാണ്. മഹദി ഹിന്ദ് റളിയല്ലാഹു അൻഹ, ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരളൊക്കെ കടിച്ചു എന്ന് പറഞ്ഞ മഹദി പിന്നീട് മുസ്ലിമായി. അല്ലാഹു ഇന്നൽ ഇസ്ലാമ യജുബ്ബു മാ കാന ഖബ്ല, ഇസ്ലാമിലേക്ക് വന്നാൽ അല്ലാഹു അവർക്ക് പുറത്തു കൊടുത്തു. അവർ സ്വഹാബിയത്താണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യഭിചാരത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ, യാ റസൂലല്ലാഹ് അതസ്നി ഹുറ, സ്വതന്ത്രയായ അടിമ സ്ത്രീയല്ലാത്തൊരു മുസ്ലിമത്തായ പെണ്ണ് വ്യഭിചരിക്കോ നബിയെ? സ്വഹാബത്തിന് അത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് അടിമ സ്ത്രീകളുടെ നിയമം വേറെയാക്കി പറയാൻ കാരണം. സ്വതന്ത്രരായ ആളുകൾ അത് ചെയ്യൂല, അവരഭിമാനികളാണ്. അടിമ സ്ത്രീകൾ അവർക്ക് അങ്ങനെയൊക്കെ പണിയുണ്ടായിരുന്നു, അവരതിലൊരു അപമാനം പോലും കണ്ടിട്ടില്ല. അതുകൊണ്ട് അവരുടെ ശിക്ഷ വേറെയാണ്. സുബ്ഹാനല്ലാഹ്. മുസ്ലിമത്താണ്, പ്രായപൂർത്തിയായിട്ടുണ്ട്, ബുദ്ധിയുണ്ട്, സ്വതന്ത്രയാണ്. പിന്നെ അഫീഫത്തുൻ, അവൾ ചാരിത്രശുദ്ധി സൂക്ഷിക്കുന്ന പെണ്ണാണ്, ഹറാം ചെയ്യാത്തവളാണ്. അങ്ങനത്തെ ഒരു പെണ്ണിനെ, അങ്ങനത്തെ ഒരാണിനെ സംബന്ധിച്ചു പറഞ്ഞു. ഇഫ്ഫത്ത് വേണം. നമ്മൾ ഇൻഷാ അല്ലാഹ് കാരണങ്ങൾ പറയാം. ഇനി പറയുന്ന ആളിൽ 2 ഷർത്ത് വേണം. ഒന്ന്, ഇതേപോലെ ആഖിലാവണം, ബാലിഗാവണം, പ്രായപൂർത്തിയായ ഒരാൾ ഇത് പറയണം. ഒരു കുട്ടി പറഞ്ഞു എന്ന് വിചാരിക്കുക, അതിനൊക്കെ മസാലുണ്ട്. ഒരു കുട്ടി പറഞ്ഞു, ഒരു കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുത്തിരുന്നു, നിക്കാഹ് ജായിസ് ആണല്ലോ. അങ്ങനെ തന്നെ ഇമാമുന ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ അങ്ങനെ ഒരു ഫിഖഹിന്റെ മസ്അല ഉദ്ധരിച്ചിട്ടുണ്ട്. ഒരു സ്വബി ആ കുട്ടിയുടെ ഭാര്യയിൽ ഒരു ആരോപണം ഉന്നയിച്ചു, വ്യഭിചാരോപണം ഉന്നയിച്ചു എന്ന് വിചാരിക്കുക. കുട്ടിയാണ്, പക്ഷെ അവർ ശാരീരികമായി ബന്ധപ്പെടാൻ പറ്റൂല, പ്രായപൂർത്തി ആയതിനു ശേഷമേ പറ്റുള്ളൂ. പക്ഷേ നിക്കാഹ് നടക്കാം, എന്നൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഈ കുട്ടിയെ തഅസീർ ചെയ്യുമെന്നാണ്, അച്ചടക്കം പഠിപ്പിക്കുവാൻ വേണ്ടി ഈ കുട്ടിയെ ശിക്ഷിക്കുമെന്നാണ്. പക്ഷേ ഖദ്ഫിന്റെ ശിക്ഷ ബാധകമല്ല. അപ്പോ ആരോപിക്കുന്ന ആള് കുട്ടിയല്ല എന്ന് വിചാരിക്കുക. കുട്ടിയല്ല, ആഖിലാണ്, ബുദ്ധിയുള്ള മനുഷ്യനാണ്, ഭ്രാന്തനല്ല, പ്രായപൂർത്തിയുമായിട്ടുണ്ട്. ഈ 2 ഷർത്ത് പറയുന്ന ആൾ. വേറൊന്നുമില്ല, ആ പറഞ്ഞ ആൾ ഏതോ ജാതിക്കാരനാണ്, മുസ്ലിമാണോ ഇതൊന്നും ഇവിടെ വ്യത്യാസമില്ലാണ്. ആരെ പറ്റി പറഞ്ഞു? മുസ്ലിമിനെ സംബന്ധിച്ചു പറഞ്ഞാൽ, ഇസ്ലാമിന്റെ കോടതിയിലേക്ക് കൊണ്ടുവന്നാൽ ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ, നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെ ഒരു കോടതി ഉണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് പുറത്തടയാളം വീണിട്ടുണ്ടാവും. വല്ലദീന യർമൂനൽ മുഹ്സനാത്ത്, ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ പ്രായപൂർത്തിയായ ആളാണ്, ബുദ്ധിയുള്ള ആളാണ്. ആരെ സംബന്ധിച്ച് പറഞ്ഞു? അവരുടെ 5 ഷർത്തുകൾ പറഞ്ഞു. ഇനി എന്താണ് ആരോപണം ഉന്നയിച്ചത്? വ്യഭിചാരത്തിൽ അല്ലാഹു തആല ഹദ്, ശിക്ഷ നടപ്പാക്കും എന്ന് പറഞ്ഞ വ്യഭിചാര ആരോപണം വ്യഭിചാരം പോലെ തന്നെയാണ്. വ്യഭിചാരം, നമ്മൾ മസാല പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കണം. വ്യഭിചാരം പോലെ തന്നെയാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന സംഗതി. ഇസ്ലാമിൽ ഒരേ നിയമമാണ്, അതിലേറെ കടുത്തതാണെന്നാണ്. വ്യഭിചാരത്തിന്റെ ശിക്ഷ എന്തോ അതുതന്നെയാണ് ഹോമോസെക്ഷലായ ആളുകൾക്കുണ്ടാവുക, അത് ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും. ഇമാമുന അലി റളിയല്ലാഹു അൻഹു യുഹ്റഖൂൻ, കരിച്ചു കളയണം അവരെ എന്ന് ഇമാമുന അലി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വയുണ്ട്. പക്ഷേ ശറഈൽ മുഅ്തമദായ അഭിപ്രായം എന്താണ്? വ്യഭിചാരത്തിന്റെ ശിക്ഷ അത് തന്നെയാണ് അത്തരക്കാർക്കുണ്ടാവുക എന്നാണ്. അങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിച്ചു. വ്യഭിചാരമാകാം,
ഇതുപോലെയുള്ളൊരു വിഷയമാകാം, അങ്ങനെ ഉന്നയിച്ചു. അല്ലെങ്കിൽ ഔ നഫിയഹു മിൻ അബീ, എന്റെ വാപ്പാന്റെ മകനല്ല ഞാൻ എന്ന് മകൻ പറഞ്ഞു. എന്റെ വാപ്പ അല്ല ഇത് എന്ന് പിതാവിലേക്ക് നോക്കി മകൻ പറഞ്ഞു. ഇത് ഗുരുതരമായ ആരോപണമാണ്. വാപ്പ ജന ചെയ്തെന്നല്ലേ ഇതിനർത്ഥം. അങ്ങനെ പറഞ്ഞാൽ ഈ രണ്ടാലൊരു ആരോപണമാണ് ഉന്നയിച്ചതെങ്കിൽ എന്താണ് ആരോപണം? വ്യഭിചാരമോ ലിവാത്തോ ഹോമോസെക്ഷുവാലിറ്റിയോ അഡൽട്ടറിയോ സംഭവിച്ചു എന്ന് ആരോപണം ഉന്നയിച്ചു. അല്ലെങ്കിൽ തന്റെ പിതാവല്ല എന്റെ പിതാവ്, എന്റെ ഉമ്മയല്ല എന്റെ ഉമ്മ എന്ന് ഒരാൾ നഫി ചെയ്തു, നിഷേധിച്ചാൽ ഈ രണ്ട് പണി ഇതിലേതെങ്കിലും ഒന്ന് ചെയ്തു. ആരോപണം ഉന്നയിച്ച ആൾ പ്രായപൂർത്തിയായ ആളാണ്, ബുദ്ധിയുള്ള ആളാണ്. ആരെപ്പറ്റി പറഞ്ഞു? അയാൾ അല്ലെങ്കിൽ അവൾ മുസ്ലിമത്താണ്, പ്രായപൂർത്തിയുണ്ട്, ബുദ്ധിയുണ്ട്, സ്വതന്ത്രയാണ്, ചാരിത്രശുദ്ധിയുള്ളവളാണ്. ഇങ്ങനെ 9 ഷർത്തുകൾ ഒത്താൽ ഇവരിൽ ഖദ്ഫിന്റെ ശിക്ഷ നടപ്പാക്കും. 80 വീതം അവരടിക്കപ്പെടും. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായപൂർത്തിയും ബുദ്ധിയുമാകണം എന്ന് പറഞ്ഞത്? റുഫിഅൽ ഖലമു അൻ 3 ആളുകളിൽ നിന്ന് അല്ലാഹു തആല പേനയെ ഉയർത്താൻ പറഞ്ഞിട്ടുണ്ട്. മലക്കുകളോട് എഴുതല്ലേ എന്നാ പറഞ്ഞത്. തണുപ്പ് കൂടുതലുണ്ടോ? റുഫിഅൽ ഖലമു അൻ 3 ആളുകളെ സംബന്ധിച്ച് മലക്കുകളോട് എഴുതല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് അസ്സബിയു ഹത്താ യബ്ലുഗ്, പ്രായപൂർത്തിയാകുന്നത് വരെ ഒരു കുട്ടി ഒരു മർഡർ ചെയ്തു വിചാരിക്കുക, ഒരു കൊലപാതകം ചെയ്തു വിചാരിക്കുക. കൊലപാതകത്തിന്റെ ശിക്ഷ ആ കുട്ടി നടപ്പാക്കാൻ പറ്റില്ല. അവൻ ശിക്ഷ നടപ്പാക്കപ്പെടാൻ അർഹനായിട്ടില്ല. അവനെ ജുവനൈൽ കോർട്ടിലേക്ക് കൊണ്ടുപോവുക, അവനെ മെന്റർ ചെയ്യാനുള്ള ആളുകളെ ഏൽപ്പിക്കുക. കുട്ടി ഉറങ്ങുന്ന ആള് ഉണരുന്നവരെ അയാൾ ചെയ്യുന്ന പണിക്ക് അള്ളാഹുവിന്റെ കണക്കിൽ രേഖപ്പെടുത്താൻ പാടില്ല എന്നാണ്. ഉറങ്ങുന്ന ഒരാൾ തൊട്ടടുത്ത് വേറൊരാൾ ഉറങ്ങുന്നുണ്ട്, എന്തോ സ്വപ്നം കണ്ട അടുത്തുള്ള ആളെ കാലോടോട് കിക്ക് ചെയ്തു എന്ന് വിചാരിക്കുക. ആ ചവിട്ട് കൊണ്ടിട്ട് ആൾ മരിച്ചു, ബെഡെന്ന് ചാടി മരിച്ചു. ഇവൻ ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് ചവിട്ടിയതാ, പക്ഷെ ഇയാൾ മരിച്ചു. കൊലപാതകത്തിന്റെ ശിക്ഷ ഉണ്ടാവില്ല. പിന്നെ ബോധം കെട്ടുപോയ ഒരാൾ, ബോധം തെളിയുന്നത് വരെ അയാൾ എന്ത് സംഭവിച്ചാലും ബോധമല്ലല്ലോ. മഗ്ഷിയു അലൈഹി, മുഗ്മ അലൈഹി, ഫെയിന്റഡ്, അൺകോൺഷ്യസ്. അത്തരം ആളുകളിൽ അവർക്ക് ബുദ്ധി തിരിച്ചു വരുന്നവരെ, ബോധം തിരിച്ചു വരുന്നത് വരെ അവരെന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് വിചാരിക്കുക, ഇതിനൊന്നും ശിക്ഷ ഉണ്ടാവില്ല. ഇങ്ങനെ തങ്ങൾ പഠിപ്പിച്ചതിന്റെ പേരിലാണ് അള്ളാഹുവിന്റെ അലിമീങ്ങൾ, ഈ ദീനിന്റെ ഉലമാ ഈ ആരോപണങ്ങളിൽ പ്രായപൂർത്തിയും ബുദ്ധിയും വേണം എന്ന് പറയാൻ കാരണം. പിന്നെ ഇസ്ലാമിനാണ് അള്ളാഹുവിന്റെ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് പ്രഖ്യാപിച്ചു കൊടുത്ത ജന്മാവകാശമാണ് ഒരു മനുഷ്യന്റെ അഭിമാനം എന്ന് പറഞ്ഞത്. പിന്നെ അതിൽ ഹുർരിയത്ത് വേണം, സ്വതന്ത്രരാകണം. ആ വിഷയം നമ്മൾ മനസ്സിലാക്കി. പിന്നെ പറഞ്ഞു അവർ ചാരിത്രശുദ്ധിയുള്ളവരാകണം. ചാരിത്രശുദ്ധി ഉണ്ടാവുക എന്ന് പറഞ്ഞതിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ വന്നു. മുഹ്സിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വല്ലദീന യർമൂനൽ മുഹ്സനാതി, മുഹ്സനാത്തിനെ എറിയുന്നവർ, മുഹ്സനാത്തിൽ ആരോപണം ഉന്നയിക്കുന്നവർ. ഹസന എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു എന്ന അർത്ഥം. ഹിസ്ൻ എന്ന് അറബിയിൽ പറഞ്ഞാൽ ഫോർട്ട്സ്, കോട്ടയ്ക്കാണ്, കോട്ടകൾക്കാണ് ഹിസ്ന് എന്ന് പറയാ. കോട്ടയാണ്, അത് സംരക്ഷണമാണ്. അപ്പോ ജീവിതം വളരെ ഭദ്രമായി ജീവിക്കുന്ന ആൾ, ഒരു തിന്മയിലേക്കും പോകാത്ത ആൾ. ആ അർത്ഥത്തിലാണ് കോട്ട എന്നർത്ഥമുള്ള വാക്കിൽ നിന്ന് മുഹ്സൻ എന്ന പ്രയോഗം ചാരിത്രശുദ്ധി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നത്. പിന്നെ മുഹ്സനാവണമെങ്കിൽ മുസ്ലിം ആവണം, ഉറപ്പന്നെ. മൻ അശ്റക ബില്ലാഹി ഫലൈസ ബിമുഹ്സിനിൻ, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുന്നവർ, ബഹുദൈവ ആരാധന ചെയ്യുന്നവർ, അവിശ്വാസികളായ ആളുകൾ, അവര് മുഹ്സന് എന്ന് പറയാനേ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഇത്തരം ഹദീസുകളിൽ നിന്നാണ് മഹാന്മാരായ അയിമ്മത്തുകൾ ഈ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആളിൽ 5 ഷർത്തുകൾ വെച്ചത്. ഇഫ്ഫത്തുണ്ടാകണം. വ്യഭിചാരം പരസ്യമായി ചെയ്യുന്ന ഒരാളാണ്, അയാളെ സംബന്ധിച്ച് പറഞ്ഞു എന്ന് വിചാരിക്കാം. അത് പരസ്യമായ ആളാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, അങ്ങനെ പരസ്യമായ ആളാണെങ്കിൽ
അവിടെ ഗീബത്തിന്റെ കുറ്റുണ്ടാവില്ല എന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ലാ ഗീബത ഫീ സലാസ്, ലാ ഗീബത ഫീ സലാസ്, മൂന്നാളുകളെ സംബന്ധിച്ചുള്ള ആരോപണങ്ങളിൽ ഗീബത്തിന്റെ കുറ്റമില്ല എന്ന് ഇമാമുന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തബിഇൻ ഹവാ, തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരാളാണ്. തന്റെ ശരീരത്തിന് ഇഷ്ടം എന്താണോ അതനുസരിച്ച് ജീവിക്കുന്ന ആളാണ്. പിന്നെ മഅറൂഫിൻ ബിസ്സിന, വ്യഭിചാരം ഇവന്റെ പണിയാണെന്ന് ആളുകൾക്കറിയാം, അല്ലെങ്കിൽ ഇവൾക്കത് ജോലിയാണെന്ന് ആളുകൾക്കറിയാം. അങ്ങനത്തെ ഒരാളെ സംബന്ധിച്ച് അവൾ വ്യഭിചാരിണിയാണ്, ഇവൻ വ്യഭിചാരിയാണ്, അങ്ങനെ ഒരു ആരോപണം നടക്കുന്നതിന് ഗീബത്തിന്റെ കുറ്റമില്ല. എപ്പോ ഇവന്റെ ലക്ഷ്യം ആളുകൾക്ക് ബോധോദയം ഉണ്ടാക്കലാണ്, മനസ്സിലാക്കി കൊടുക്കലാണ്. സൂക്ഷിക്കണം കേട്ടോ, ഇത് പറയാനാണെങ്കിൽ, അതല്ല വെറുതെ ഇവനെ ഫളീഹത്താക്കാനാണെങ്കിൽ ഗീബത്തിന്റെ കുറ്റവും വരും. മൂന്നാമത്തെ വിഷയം വൽ ഹാക്കിമുൽ ജാഇർ, അക്രമിയായ ഭരണാധികാരി, അക്രമം ചെയ്യുന്ന ദുൽമ് ചെയ്യുന്ന ഭരണാധികാരി, അത്തരം ആളുകളുടെ ദുൽമിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ഗീബത്താവുകയില്ലെന്ന് ഹസനുൽ ബസ്രി റഹിമഹുല്ലാ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയൊരു വിഷയം, ഇങ്ങനെയൊന്നും പറഞ്ഞില്ല, ആളൊരു കാർട്ടൂൺ വരച്ചു, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ വളരെ ഒരു തമാശ രൂപേണ സർക്കാസ്റ്റിക്കലി വളരെ പരിഹാസ്യമായിട്ട് ഈ വിഷയം പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് രണ്ടാളുകൾ തമ്മിൽ ഇസ്തബ്ബ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് അങ്ങനെ വ്യംഗ്യമായി പറഞ്ഞാലും ഇവർക്ക് ഈ ശിക്ഷ നടപ്പാക്കപ്പെടുമെന്നാണ്. നമ്മൾ ഈ മസലയാണ് മനസ്സിലാക്കുന്നത്, അതിനെ ചുറ്റുപറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വ്യംഗ്യമായി പറഞ്ഞു, നേർക്കുനേരെ അവൻ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, അവൾ വ്യഭിചാരിണിയാണെന്ന് പറഞ്ഞില്ല, പക്ഷേ ഒരു തമാശ പറഞ്ഞു, അല്ലെങ്കിൽ അത് നേർക്കുനേരെ ആ സെന്റൻസ് എടുത്ത് നോക്കിയാൽ ഇത് ഇയാളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് തോന്നും. അതിന് സമാനമായ സംഭവങ്ങൾ നടക്കുകയാണ്. ശരീഅത്തിന്റെ ദീനിന്റെ തശ്രീഇന്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇസ്തബ്ബ, രണ്ടാളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസഭ്യം പറഞ്ഞു. അങ്ങനെ എന്താണ് അസഭ്യം പറഞ്ഞത്? ഒരുത്തൻ മറ്റേ ആളോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? മാ അന ബിസാനിൻ വലാ അബീ ബിസാനിൻ, ഞാൻ വ്യഭിചാരിയല്ല, എന്റെ വാപ്പയും വ്യഭിചാരിയല്ല. രണ്ടാളും തർക്കിച്ചപ്പം പറഞ്ഞതാ, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാ. പറഞ്ഞ കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞത് ഞാൻ വ്യഭിചാരിയല്ല, വലാ അബീ ബിസാനിൻ, എന്റെ പിതാവും വ്യഭിചാരിയല്ല. അതിലിപ്പോ ഒരു വ്യഭിചാര ആരോപണം ഉണ്ടോ? ഇല്ലേ? ചിലര് പറഞ്ഞു ഇല്ലല്ലോ, അയാള് വ്യഭിചാരിയല്ല, വാപ്പ വ്യഭിചാരിയല്ല, ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെയുള്ള സ്വഹാബിനെ വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒരു കൂട്ടം സ്വഹാബത്തുമായി ചർച്ച ചെയ്തു ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതിൽ അള്ളാന്റെ ശിക്ഷ നടപ്പാക്കപ്പെടുമെങ്കിൽ അത് നടപ്പാക്കിയേ പറ്റൂ എന്നർത്ഥത്തിൽ. അവര് പറഞ്ഞു, സത്യത്തിൽ അവൻ പറഞ്ഞത് ഞാൻ വ്യഭിചരിച്ചില്ല, എന്റെ വാപ്പ വ്യഭിചരിച്ചില്ല എന്നാ പറഞ്ഞത്. അത് അവനും വാപ്പാക്കും വ്യഭിചാരമില്ല എന്ന ഒരു പ്രശംസയാണ്. സംഗതി ശരിയാണ്, പ്രശംസിക്കാൻ വേറെയും വാക്കുകൾ ഉണ്ടല്ലോ. അങ്ങനെ പ്രശംസ പറയണമെങ്കിൽ വേറെ എന്തെല്ലാം വാക്കുകൾ പറയാം. ഞാനും എന്റെ വാപ്പ വ്യഭിചരിച്ചില്ല എന്ന് പറഞ്ഞാൽ നീയും നിന്റെ വാപ്പയും ഈ പണിക്കാരാണ് എന്നല്ലേ പറഞ്ഞതിനർത്ഥം. ഫജലദഹു ഉമറു 80 ജൽദ, ആ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യനെ 80 വീതം അടിക്കപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു ശിക്ഷ നടപ്പാക്കാൻ പറഞ്ഞുവെന്ന് ഹദീസുകളിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. അപ്പോ സംഗതി ഗൗരവമാണ്. ഈ വക കാര്യങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യാനേ പാടില്ല. ഈ വക കാര്യങ്ങൾ കാർട്ടൂൺ വരക്കണ്ട, ഈ വക ജോക്കുകൾ പറയണ്ട. എന്താ നമ്മുടെ തമാശ? നമ്മുടെ സമൂഹത്തിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ എന്താ സമൂഹത്തിലെ തമാശ? ആൾക്കാർക്ക് ചിരിക്കണം. ചിരിക്കണമെങ്കിൽ ഔറത്തിന്റെ ഉള്ളിലുള്ള കാര്യം പറയാതെ ചിരിക്കണ തമാശ പറയാൻ വയ്യ. എന്തൊരു അനാർക്കി! അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഭാര്യയെ സംബന്ധിച്ചോ ഭർത്താവിനെ സംബന്ധിച്ചോ വ്യഭിചാരവുമായി ബന്ധപ്പെട്ട ഒരു തമാശ പറഞ്ഞാൽ ആൾക്കാർക്ക് ചിരി വരുള്ളൂ. അങ്ങനെ ചിരിപ്പിക്കാൻ നമ്മുടെ കൊമീഡിയൻസിന് കഴിയുന്നുള്ളൂ. അധപ്പതനം എന്നല്ലേ ഇത് പറയാൻ പറ്റൂ? അധപ്പതനം. എപ്പോഴാ ചിരി വരാന്ന? എപ്പോഴാ ചിരി വരാ? എന്താ തഅജ്ജുബ് അല്ല, മന്തിഖിന്റെ കിതാബിലൊക്കെ പറയാം എപ്പോഴാ ചിരിക്കുക? അത്ഭുതം വരുമ്പോഴാ ചിരിക്കാൻ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അത്ഭുതം ഉണ്ടാവുമ്പോഴേ ചിരിക്കുള്ളൂ. അത്ഭുതം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ചിരിക്കണത്, അല്ല രസം ഉണ്ടാവുമ്പോൾ ചിരിക്കല്ല. എപ്പോഴാ ചിരിച്ചത്? അത്ഭുതം. ഇതിൽ എന്തോ സംതിങ് ഇതിൽ സംതിങ് അൺയൂഷ്വൽ എന്തോ അങ്ങനെ ഉണ്ടെങ്കിൽ ചിരിക്കുള്ളൂ. അതൊന്നും ഇല്ല. ഈ ആഭാസങ്ങൾ പറയാ, തോന്നിവാസങ്ങൾ പറയാ,
അത് പബ്ലിഷ് ചെയ്യാൻ ഇഷ്ടം പോലെ ചാനലുകാരും റേഡിയോക്കാരും പത്രങ്ങളും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. വ്യംഗ്യമായി പറഞ്ഞാൽ പോലും അതിൽ ശിക്ഷ നടപ്പാക്കണം എന്ന് ഇമാമുന മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാലിക്കി മദ്ഹബിന്റെ അഭിപ്രായം അതാണ്. ഇമാമുന ശാഫിഈ തങ്ങളും അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും പറഞ്ഞ് ഇല്ല, അവൻ വ്യക്തമായി പറഞ്ഞാൽ മതി അത്. കാരണം അവൻ അതാണ് ഉദ്ദേശിച്ചത് എന്ന് അവൻ സമ്മതിച്ചാൽ അപ്പോഴല്ലേ അതൊരു ആരോപണമാകുന്നുള്ളൂ, അല്ലാത്തത് അവനൊന്ന് പറഞ്ഞു പോയിട്ടല്ലേ ഉള്ളൂ എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താ പറഞ്ഞത്? ലാ യകൂനു ഖദ്ഫൻ ഹത്താ യഖൂല അറദ്തു ബിഹിൽ ഖദ്ഫ്. ഞാൻ അതുകൊണ്ട് ആരോപണം ഉന്നയിച്ചത് തന്നെ ഇതന്നെയാണ് എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാലേ അത് ആരോപണമാവുള്ളൂ. മാലിക് ഇമാമ് വിടുന്നില്ല. ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് അങ്ങനെ വ്യംഗ്യമായി പറഞ്ഞാൽ അതും ആരോപണം തന്നെ. ശുഐബ് അലൈഹിസ്സലാം മദീനയിലേക്ക് നിയോഗിക്കപ്പെട്ട മഹാനായ നബിയെ സംബന്ധിച്ച് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ ആരോപണം പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദിൽ പറയുന്നു, ഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ്. ശത്രുക്കൾ പറഞ്ഞതാ, ശുഐബ് നബിയെ നിങ്ങൾ നല്ലോണം ബുദ്ധിയുള്ള തന്റെ ഇടമുള്ള മനുഷ്യനാണല്ലോ എന്ന് ജനങ്ങൾ ശുഐബ് നബിയോട് പറഞ്ഞു. അത് പ്രശംസിച്ച് പറഞ്ഞതല്ല, ബുദ്ധിയില്ല തന്റെ ഇടല്ല എന്ന് പറയാനാ പറയണത്. അങ്ങനെയല്ലോ, നല്ല ബുദ്ധിയുള്ള അഭിപ്രായമാണെന്ന് പറയില്ലേ മണ്ടത്തരം പറഞ്ഞാൽ. അതിനർത്ഥം എന്താ? ബുദ്ധിയില്ല തന്നെയാണ്. അങ്ങനെ ശുഐബ് നബിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അല്ലാഹു തആല ഗുരുതരമായിട്ടാണല്ലോ അല്ലാഹു അതിനെ ചർച്ച ചെയ്തത്. തന്നെയുമല്ല, അബൂജഹലിന്റെ വിഷയത്തിൽ ഇറക്കിയ ആയത്ത് ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം, നരകത്തിലേക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിലേക്ക് പറഞ്ഞേക്കുമ്പോ അള്ളാഹു അബൂജഹലിനോടും പറയുന്നത്, അബൂജഹലെ ദുഖ്, ഈ ശിക്ഷ നീ ആസ്വദിച്ചോ. ഇന്നക അൻതൽ അസീസുൽ കരീം, നീ നല്ല മാന്യനും അഭിമാനിയുമാണല്ലോ അബൂജഹലെ, അതുകൊണ്ട് അനുഭവിച്ചോ. അർത്ഥം നിനക്ക് മാന്യതല്ല, നിനക്ക് അഭിമാനവുമില്ല എന്നാണ് അവിടെ അർത്ഥം. ഇങ്ങനെയൊക്കെ അറബ് ഭാഷയിൽ, ഏത് ഭാഷയിലും തൗരിയത്ത്, നമ്മളതിനെന്താ പറയാം, ഇംഗ്ലീഷിൽ അതിന് പറയുമല്ലോ ഡ്വൽ മീനിങ് ഉള്ള വിഷയങ്ങൾ അല്ലേ, അങ്ങനല്ല ഗ്രാമർ നമ്മുടെ മെറ്റഫറായിട്ട് പറയില്ലേ, എന്താ പറയല്ലേ, ഏത് ഭാഷയിലുണ്ട്. ഏറ്റവും ഗുരുതരമായൊരു വിഷയം മറിയം റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച്, മറിയം ബീവിയെ സംബന്ധിച്ച് മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഗർഭം ധരിച്ചപ്പോ ജൂതന്മാരായ ആളുകൾ മറിയം ബീവിയെ സംബന്ധിച്ച് പറഞ്ഞത് എന്താ? അവര് പറഞ്ഞത് യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. ഹാറൂനിന്റെ സഹോദരിയെ, ഹാറൂൻ എന്ന മഹാന്റെ പരമ്പരയിൽ വരുന്നവളെ, മാ കാന അബൂകി ഇംറഅ സൗഇൻ, നിങ്ങളുടെ പിതാവ് തിന്മ ചെയ്യുന്ന, വ്യഭിചരിക്കുന്ന ആളായിരുന്നില്ലല്ലോ. വമാ കാനത് ഉമ്മുകി ബഗിയ, മറിയമേ നിങ്ങളുടെ ഉമ്മ ഹന്നത്ത് ബീവിയും വ്യഭിചരിക്കുന്നവളായിരുന്നില്ലല്ലോ എന്ന് മറിയം ബീവിയോട് ജൂതന്മാർ പറഞ്ഞു. അവിടുത്തെ ആളുകൾ ആരോപണം ഉന്നയിച്ചു. ഇതാ പറഞ്ഞത്. ഇതിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? മറിയം ബീവി നിങ്ങൾ വ്യഭിചരിച്ചു നേരിട്ട് പറഞ്ഞിട്ടില്ല. പറഞ്ഞത് നിങ്ങളുടെ വാപ്പ മോശക്കാരനായിരുന്നില്ലല്ലോ മറിയമേ, നിങ്ങളുടെ ഉമ്മയും മോശക്കാരിയായിരുന്നില്ലല്ലോ. ഇതിനെ സംബന്ധിച്ച് അല്ലാഹു എന്താ പറയുന്നത്? وبكفرهم وقولهم على مريم بهتانا عظيما. അല്ലാഹു ജൂതന്മാരെ ശപിക്കാനുണ്ടായ കാരണം ഒന്നവരുടെ അവിശ്വാസമാണ്, മറ്റൊന്ന് വഖൗലിഹിം അലാ മറിയമ, മറിയം ബീവിയെ കുറിച്ച് അവർ പറഞ്ഞല്ലോ ബുഹ്താനൻ അദീമാ, ഗുരുതരമായ ഒരു പച്ചക്കള്ളം മറിയം ബീവിയിൽ അവർ ആരോപിച്ചുവല്ലോ. ഈസ നബി അലൈഹിസ്സലാം വ്യഭിചാര സന്തതിയാണെന്ന ജൂതന്മാർ പറഞ്ഞത്. ക്രിസ്ത്യാനികൾ പറഞ്ഞു അല്ല, ദൈവത്തിന്റെ നേർക്കുനേറുള്ള പുത്രനാണ് എന്ന്. നഹ്നു ഉമ്മത്തുൻ വസത്ത്, നമ്മളതിന്റെ ഇടയില. വ്യഭിചാര പുത്രനല്ല, അള്ളാന്റെ മകനുമല്ല, റസൂലുൻ കരീം, അള്ളാഹുവിന്റെ ദൂതനാണ്, അത്ഭുതകരമായി ജന്മം കിട്ടിയ മഹാനാണ്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. മറ്റു രണ്ടും എക്സ്ട്രീം എൻഡുകളാണ്. ഒന്ന് അള്ളാന്റെ പുത്രനാണെന്ന് പറഞ്ഞു, അന്ന് പൊക്കിക്കളഞ്ഞു. ഇവരാണെങ്കിലും അങ്ങോട്ട് താഴ്ത്തിയിട്ട് ഇത് വ്യഭിചാര സന്തതി എന്നും പറഞ്ഞു ജൂതന്മാർ. അവർ പറഞ്ഞ വാക്ക് ഇതാണ്. ഖുർആനിൽ ഒരിടത്തും മറിയമേ നീ വ്യഭിചരിച്ചു എന്നൊരു പ്രയോഗം നടത്തിയത് ഖുർആൻ ഉദ്ധരിച്ചിട്ടില്ല. പറഞ്ഞ വാക്ക് ഇതാണ്, എന്റെ വാപ്പ
മോശക്കാരനല്ലല്ലോ മറിയമേ, നിന്റെ ഉമ്മയും മോശക്കാരി അല്ലല്ലോ. ഇത് പറഞ്ഞതിന് അല്ലാഹു എന്താ പറഞ്ഞത്? ബുഹ്താനൻ അദീമാ. മറിയം ബീവിയെ കുറിച്ച് അവർ എന്ത് ആരോപണം ഉന്നയിച്ചു? വല്ലതും നേർക്കുനേരെ പറഞ്ഞോ? ഇല്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ മോശക്കാരി തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറയുന്നത്, അങ്ങനെ അല്ലാഹു തആല മറിയം ബീവിയെ സംബന്ധിച്ച് പറഞ്ഞ വിഷയങ്ങളിൽ, ശുഐബ് നബിയെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ, അബൂജഹലിനെ സംബന്ധിച്ചുള്ള പരാമർശത്തിലൊക്കെയും ഇതുപോലെയുള്ള വ്യംഗ്യമായ പ്രയോഗങ്ങൾ നേർക്കുനേരെ പറയുന്നതിന് തുല്യം തന്നെ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹു കർക്കശമായി തന്നെ പറഞ്ഞു, വ്യഭിചാരാരോപണം നേർക്കുനേരെ പരസ്യമായി പറഞ്ഞാലും വ്യംഗ്യമായി പറഞ്ഞാലും ശിക്ഷ തന്നെ, രണ്ടിനും ശിക്ഷയുണ്ട്. സുബ്ഹാനല്ലാഹ്. വ്യഭിചാരാരോപണം നടത്തിയത് ഒരാളെ സംബന്ധിച്ചാണ്, രണ്ടാളെ കുറിച്ചാണ്, മൂന്നാളെ കുറിച്ചാണ്. ആള് ഏറുന്നതിനനുസരിച്ച് 80 മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരുമോ? രണ്ടാളാകുമ്പോ 80 2 160 അടി അടിക്കേണ്ടി വരുമോ? മൂന്നാളാകുമ്പോ പിന്നൊരു 80 കൂട്ടിയിട്ട് 240 ആക്കേണ്ടി വരുമോ? അങ്ങനല്ല, അങ്ങനെ ഉണ്ടാവില്ല. വ്യഭിചാരാരോപണം അത് 10 ആളെ സംബന്ധിച്ച് പറഞ്ഞാലും അതിന് ശിക്ഷ ഒന്ന് തന്നെയാ. പക്ഷേ ഒരു നേരത്ത് പറഞ്ഞു, ഒരു കൊല്ലം കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ് പിന്നൊന്ന് പറഞ്ഞു, അതിന് വേറെ ഉണ്ടാവും. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു വിഷയം എത്തുന്നുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ഒരുപാട് പഠിക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ, വഹയിന്റെ കാരണങ്ങളായി സംഭവിച്ച സംഭവങ്ങൾ വരാൻ പോകുന്നു. അതിന്റെ ഒരു ഭാഗം ഇതാണ്. ഹിലാൽ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം തന്റെ ഭാര്യ ശരീഖ് ഇബ്നു സഹ്മാ എന്ന് പറയുന്ന ഒരാളുമായി വ്യഭിചരിച്ചത് കണ്ണുകൊണ്ട് കണ്ടു. അദ്ദേഹത്തിന്റെ കാതുകൊണ്ട് അവരുടെ സംസാരം കേൾക്കുകയും ചെയ്തു. അങ്ങനെ ഹബീബിന്റെ മുമ്പിലേക്ക് ഓടി വരികയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ഭാര്യ ശരീഖ് ഇബ്നു സഹ്മാഉമായി വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടു നബിയേ. അവരുടെ സംസാരം ഞാൻ എന്റെ കാതുകൊണ്ട് കേൾക്കുകയും ചെയ്തു നബിയേ. അതുകൊണ്ട് ഹബീബായ നബിയെ ഞാൻ എന്ത് ചെയ്യണം? ഖുർആൻ പറഞ്ഞു, വലം യഅ്തു ബി അർബഅതി ശുഹദാ, 4 സാക്ഷികളെ കൊണ്ടുവരണമെന്നോ? അല്ലാഹുവിന്റെ റസൂലേ, ഒരാൾ സ്വന്തം ഭാര്യ വ്യഭിചരിക്കുന്നത് കാണുമ്പോ അവനെ ഒന്ന് പിടിച്ചു മാറ്റണമെങ്കിൽ പോലും 4 സാക്ഷികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഇത് നടക്കുമോ നബിയേ എന്ന് ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോഴാണ് ഇനി വരാനുള്ള ആയത്തിറങ്ങുന്നത്. നമ്മൾ വഴിയെ പറയാം. ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു വന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ലാ അൽ ബയ്യിന ഔ ഹദ്ദുൻ ഫീ ദുഹ്രിക്. ഹിലാൽ ഇബ്നു ഉമയ്യ, നിങ്ങൾ ആരോപിക്കുന്നത് ഗുരുതരമായ ആരോപണമാണ്. നിങ്ങളുടെ ഭാര്യ മറ്റൊരാൾ ശരീഖ് ഇബ്നു സഹ്മാ, രണ്ടുപേരും വ്യഭിചരിച്ചു എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. തെളിവ് വേണം, 4 സാക്ഷികളെ വിസ്തരിക്കണം. ഇല്ലെങ്കിൽ ഹദ്ദുൻ ഫീ ദുഹ്രിക്, നിങ്ങളുടെ പുറത്തതിന്റെ അടി വീഴും, 80 അടി വീഴും എന്ന് പറഞ്ഞു. പൊന്നാര നബിയെ കഷ്ടപ്പെട്ടു പോവുകയാണ് നബിയെ. എന്റെ കണ്ണുകൊണ്ട് ഞാനായിട്ട് കണ്ട ഒരു വിഷയത്തിന് എങ്ങനെ 4 സാക്ഷികളെ ഞാൻ ഉണ്ടാക്കും? ആ സംഭവം വളരെ രസകരമായ ഒരു സംഭവമാണ്. ഹദീസിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു, നബിയെ ഈ വിഷയത്തിൽ എന്റെ പുറം അടികൊള്ളൂല എന്ന് എനിക്കുറപ്പാ നബിയെ. ഈ വിഷയത്തിൽ എന്റെ റബ്ബ് ഒരു നിയമം ഇറക്കുമെന്ന് എനിക്കുറപ്പാണ് എന്ന് ഉറപ്പിച്ചു നിൽക്കുന്ന നേരം അതാ മറ്റൊരു സഹാബി സഅദ് റളിയല്ലാഹു അൻഹു മറ്റൊരു വിഷയവുമായി ഓടി വരുന്നു. രണ്ടും കൂടെ നടക്കുമ്പോൾ ആയത്തിറങ്ങുന്നു. ഇതൊക്കെ ദുന്യാവിൽ നടക്കുന്ന വിഷയങ്ങളല്ലേ? അങ്ങനെ നടക്കണമെങ്കിൽ അള്ളാഹുവിന്റെ നിയമം വേണ്ടേ? ആ നിയമങ്ങൾ അള്ളാഹുവിന്റെ അസലിയായ ലൗഹുൽ മഹ്ഫൂദിലുള്ള ആയത്തുകളാണ് ഇറങ്ങുന്നത്. അതിന് സമാനമായ സംഭവങ്ങൾ കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കണം. ആയത്തിറങ്ങാനുണ്ടായ കാരണം അവിടെ നടന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ശരീഅത്ത് പരിപൂർണം എല്ലാം അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടാ പോയിട്ടുള്ളത്. അതിന് സമാനമായ സംഭവങ്ങൾ, കാരണമായ അസ്ബാബുൻ നുസൂലുകൾ ആ കാലഘട്ടങ്ങളിൽ സംഭവിച്ചു എന്നേ പറയാൻ കഴിയൂ. തങ്ങൾ പറഞ്ഞു, ലാ അൽ ബയ്യിന, പറയല്ലേ ഹിലാൽ ഇബ്നു ഉമയ്യ, പറയല്ലേ അൽ ബയ്യിന, തെളിവ് വേണം. ഔ ഹദ്ദുൻ ഫീ ദുഹ്രിക്, അല്ലെങ്കിൽ നിങ്ങളുടെ പുറത്ത് അടി വീഴും. അദ്ദേഹം പറഞ്ഞു, നബിയേ എന്റെ പുറം അടി വീഴാതെ അള്ളാഹു കാക്കും നബിയെ. ഇവിടെ അള്ളാഹു തആല ആയത്തിറക്കും നബിയെ. ഈ വിഷയത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തീരുമാനം പറയാതെ നിന്നു. അപ്പോഴാണ് ആയത്തുൽ ലിആൻ, ലിആനിനെ സംബന്ധിച്ചുള്ള ആയത്തിറങ്ങുന്നത്. അതാണ് ഇൻഷാ അല്ലാഹ്
അടുത്ത ആയത്തുകളിൽ 6-ാമത്തെയും 7-ാമത്തെയും ആയത്തുകളിലായി അള്ളാഹു പഠിപ്പിക്കാൻ പോകുന്ന വിഷയം ലിആനാണ്. എന്താണ് ലിആന്, എന്താണ് അതിന്റെ നിയമങ്ങൾ എന്നൊക്കെ ഇൻഷാ അല്ലാഹ് സമയത്ത് പഠിക്കാം. നമ്മൾ ഇപ്പൊ നോക്കുന്നത് ഈ ആയത്തിൽ ഹബീബായ നബി തങ്ങൾ ഹദ്ദുൻ, ഈ ഹദീസിൽ ഒരു ഹദ് എന്ന് പറഞ്ഞാൽ ശിക്ഷ, 2 ശിക്ഷ ഉണ്ടോ? രണ്ടാളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹദ്ദാനി എന്ന് പറഞ്ഞോ? ഇല്ല. രണ്ടാളെ സംബന്ധിച്ച് ഒരാൾ വ്യഭിചാര ആരോപണം തന്റെ ഭാര്യയെ സംബന്ധിച്ച് പറഞ്ഞു, അത് ചെയ്ത ആള് ശരീഖ് ഇബ്നു സഹ്മാ എന്ന മനുഷ്യനാണെന്നും പറഞ്ഞു. അങ്ങനെ വന്നപ്പോ 2 ആൾ ആരോപണ വിധേയരാണ്. പക്ഷേ നബി തങ്ങൾ ഖദ്ഫിന്റെ ശിക്ഷ 1 വിധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് നടപ്പാക്കുന്നതിന്റെ മുമ്പേ ലിആനിന്റെ ആയത്ത് ഇറങ്ങുകയുമുണ്ടായി. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയൊക്കെ വന്നാൽ, ഇങ്ങനെ ആരോപണം, വ്യഭിചാര ആരോപണം ഉന്നയിക്കുക എന്നത് വളരെ വളരെ ചിന്തിച്ച് വളരെ വളരെ ഗൗരവത്തോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളാണ്. ചില സ്ഥലത്ത് ആരോപണം ഉന്നയിക്കൽ നിർബന്ധമാകും, ചില സ്ഥലത്ത് ആരോപണം ഉന്നയിക്കാം, വേണ്ടെങ്കിൽ ഉന്നയിക്കാതിരിക്കാം. ചില സ്ഥലത്ത് ഈ ആരോപണം ഉന്നയിക്കൽ ഹറാമാവും. അങ്ങനെയൊക്കെ ഇയാൾക്കറിയാം. പക്ഷേ ആരോപണം ഉന്നയിക്കൽ പാടില്ലാത്ത സ്ഥലമുണ്ട്, ജായിസായ സ്ഥലമുണ്ട്, മഹ്ദൂറായ സ്ഥലമുണ്ട്, ഹറാമായ സ്ഥലമുണ്ട്. ഏതൊക്കെയാണത്? 1, ഒരു വ്യഭിചാരം നടന്നു, അവിടെ ഒരു കുട്ടി ഗർഭം ധരിക്കുക, അല്ലെങ്കിൽ ആ പെണ്ണിന് കുട്ടി ഉണ്ടാവുക എന്ന സംഗതി ഉണ്ടായിട്ടില്ല, ആ പെണ്ണിന് ഗർഭം ഉണ്ടായിട്ടില്ല. ഈ കുട്ടി ഇന്റേതല്ല എന്ന് ഭർത്താവിന് പറയണം. പക്ഷേ അങ്ങനെ ഒരു കുട്ടി, ഒരു ഗർഭം അവൾക്കുണ്ടായിട്ടില്ലെങ്കിൽ ഫലാ യജിബ്, ഇവിടെ വ്യഭിചാര ആരോപണം ചെയ്യൽ ആവശ്യമില്ല. ഇനിയിപ്പോ അത് വേണോ? അത് ജായിസാണോ? അവൾ വ്യഭിചരിച്ചിട്ടുണ്ടെന്ന് ഇയാൾക്ക് ഉറപ്പാണ്. പക്ഷെ അവൾക്ക് ഗർഭം ഉണ്ടായിട്ടൊന്നുമില്ല, വ്യഭിചാരത്തിൽ ഉണ്ടായൊരു കുട്ടി അതൊന്നുമില്ല. അങ്ങനെ വന്നാൽ നോക്കേണ്ടത് താൻ കണ്ണുകൊണ്ട് കണ്ടു ഇവൾ വ്യഭിചരിക്കുന്നത്, അല്ലെങ്കിൽ അവൾ സമ്മതിച്ചു ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട് എന്ന് അവൾ അങ്ങോട്ട് പറഞ്ഞു, അവൾ പറഞ്ഞത് ശരിയാണെന്ന് ഇയാൾക്ക് ബോധിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഇയാൾക്ക് വിശ്വസിക്കാവുന്ന ആരെങ്കിലും ചെന്ന് പറഞ്ഞു, വിശ്വസിക്കാവുന്നവർ, നാട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും, ആര് പറയുന്നൊന്നും കേട്ടിട്ട് ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാജിമീൻ. ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എടുത്തു ചാടരുത്. ഇവിടുന്ന് അങ്ങോട്ട് ഫോൺ വിളിക്കുക, തൊലാഖ് ചൊല്ലിന്ന് ഇവിടുന്ന് ലെറ്റർ വിടുക. ധൃതി പിടിക്കല്ലേ. കാര്യങ്ങൾ അവലോകനം ചെയ്യണം, എന്താണ് സംഗതി എന്ന് പഠിക്കണം, അത് ശരിയാണോ അല്ലേ എന്ന് വിശ്വസിക്കാൻ, ഉറപ്പായിട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ആളുകൾ ഇത് പറഞ്ഞു. അല്ലെങ്കിൽ അതൊന്നുമല്ല, ഈ സാധു എവിടൊക്കെയോ നാട്ടിൽ നിന്ന് നാട് വിട്ടു പോയതാണ്, കുറച്ചു കാലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നാട്ടിലാകെ പാട്ടാണ് സംഗതി, ഇന്ന ആള് ഇവളുമായി വ്യഭിചരിക്കാറുണ്ട് എന്ന് അങ്ങനെയൊക്കെ ആയി. അല്ലെങ്കിൽ ഇയാള് തന്നെ നേർക്കുനേരെ തന്റെ ഭാര്യയുടെ അടുത്തുനിന്ന് ഒരാൾ ഇറങ്ങിപ്പോണതാണ് കണ്ടു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ആരോപണം സ്ഥിരീകരിക്കാൻ വേണ്ടി ഇയാൾക്ക് അവിടെ വ്യഭിചാര ആരോപണം ചെയ്യാവുന്നതാണ്. സ്വന്തം ഭാര്യയെ സംബന്ധിച്ച് ഈ ആരോപണം ഉന്നയിക്കൽ ജായിസാണ്. പക്ഷേ ഇയാൾക്കത് പറയാതിരിക്കുകയുമാകാം. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. മനസത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹ്. നമ്മൾ സംഭവം പറഞ്ഞില്ലേ, മഹാനായ റാത്തിബ് ബിൻ നാബുൽസി തങ്ങൾ പറഞ്ഞ ഒരു സ്വപ്ന ദർശനം കണ്ട സംഭവം. മൂടിവെക്കാം, ഇവളെ വേണമെങ്കിൽ ഇയാൾക്ക് അദ്ദേഹം ഉദ്ദേശിക്കുകയാണെങ്കിൽ ത്വലാഖ് ചൊല്ലിയിട്ട് അവളെ ഒഴിവാക്കാം, അതല്ല ഇയാൾക്ക് കുഴപ്പമില്ലെങ്കിൽ അവളെ നിലനിർത്തുകയുമാകാം. അങ്ങനെ ഒരു സംഭവം തങ്ങളുടെ കാലത്ത് നടന്നു. എന്താണ് റിവായത്ത്? അന്ന റജുലൻ, ഒരാൾ വന്ന് പറയാണ്, പടച്ചവനെ, ഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ഇംറഅതൻ, എനിക്കൊരു ഭാര്യയുണ്ട്, ലാ തറുദ്ദു യദ ലാമിസിൻ, അവളെ തൊടുന്ന ഒരാളുടെ കൈയും അവൾ തട്ടിമാറ്റൂല. അങ്ങനത്തെ ഒരു പെണ്ണ്, ആരുടെ കൈയും അവൾ തട്ടിമാറ്റൂല പറഞ്ഞ, അവൾ ആരെ വിളിച്ചാലും അവൾ പോകും, അവൾ വ്യഭിചരിക്കും. തങ്ങൾ പറഞ്ഞു, തൊല്ലിക്കഹ, നീ അവളെ തൊലാഖ് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. ഖാല ഇന്നി ഉഹിബ്ബുഹ, പക്ഷെ നബിയെ എനിക്ക് അവളോട് വല്ലാത്ത സ്നേഹമാണ്, വല്ലാത്ത പിരിശമാണ് എന്ന് നബി തങ്ങളോട് ഇയാൾ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ്. പെണ്ണ് മോശക്കാരനാരെയാണെന്ന് ഇയാൾക്കറിയാം. ആര് തൊട്ടാലും ഇവൾ കൈ തട്ടൂല. ആ പറഞ്ഞത് ലാ യറുദ്ദു യദ ലാമിസിൻ, ഇങ്ങനത്തെ ഒരു പെണ്ണ. പക്ഷെ ഇന്നി ഉഹിബ്ബുഹ, പക്ഷെ എനിക്ക് അവളോട് സ്നേഹമാണ് നബിയെ.
ഖാല ഫംസിക്ഹ, എന്നാ പിന്നെ നീ പിടിച്ചുകൊണ്ട് വെച്ചോ, ത്വലാഖ് ചൊല്ലേണ്ട ആവശ്യമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇത് ജായിസ് ആണെന്ന് പറഞ്ഞത്. അങ്ങനെ ആയി എന്ന് വിചാരിച്ച് വ്യഭിചാരം അവള് സമ്മതിച്ചു എന്ന് തന്നെ വിചാരിക്കുക, അല്ലെങ്കിൽ തെളിഞ്ഞു തന്നെ വിചാരിക്കുക, ത്വലാഖ് ചൊല്ലൽ നിർബന്ധമൊന്നുമില്ല. ഒരാൾക്ക് വേണമെങ്കിൽ അവൾക്ക് തൗബ ചെയ്യാൻ അവസരം കൊടുക്കാം. ആ പാപം മറച്ചു വെച്ചതിന്റെ പേരിൽ ഇയാൾക്ക് ഒരുപാട് കൂലി അല്ലാഹു തആല കൊടുക്കും. അവളുടെ അഭിമാനം കാത്തില്ലേ, അവളുടെ കുടുംബത്തിന്റെ അഭിമാനം കാത്തില്ലേ, അവളുടെ അനിയത്തിമാരെങ്ങാനും കല്യാണം കഴിച്ചു പോകാനുണ്ടെങ്കിൽ അവരുടെയൊക്കെ ജീവിതം തൊലഞ്ഞു പോയില്ലേ, അതൊക്കെ സംഭവിക്കാതെ സംരക്ഷിക്കാൻ സാധിച്ചത് ഇയാൾക്ക് മറച്ചു വെച്ചത് കൊണ്ടല്ലേ. ഇതിന്റെയൊക്കെ കൂലി അല്ലാഹു എമ്പാടും തരും. അതുകൊണ്ട് ഇത്തരം സന്ദർഭം നേരത്തെ പറഞ്ഞ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പോലെ അത് വേണമെങ്കിൽ അവൾക്ക് തുടരാം, അല്ലെങ്കിൽ അവളെ ത്വലാഖ് ചെല്ലുകയുമാകാം. പക്ഷേ വ്യഭിചാര ആരോപണം ഉന്നയിക്കൽ അയാൾക്ക് അവിടെ ജായിസാണ്. ഇനി ഇവൾ ഗർഭം ധരിച്ചിട്ടുണ്ട്, ഇവൾ ഗർഭിണിയാണ്. സുബ്ഹാനല്ലാഹ്, ആ ഗർഭത്തിലുള്ള കുട്ടി എന്റേതല്ല എന്ന് ഇയാൾക്ക് പ്രഖ്യാപിക്കണം. കാരണം ഇത് എന്റെ കുട്ടിയല്ല എന്ന് പറയണം. അത് അയാളുടെ കുട്ടിയല്ല എന്ന് അയാൾക്കറിയാം. അയാൾക്ക് ഉറപ്പുണ്ട് ഇത് എന്റെ കുട്ടിയല്ല. അല്ലെങ്കിൽ അവർക്ക് ജനിക്കുന്ന ആ കുട്ടി സാധാരണഗതിയിൽ ഗർഭം പൂർത്തിയാകുന്ന സമയമെടുക്കാതെ അഖല്ല മിൻ 6 അശ്ഹുരിൻ 6 മാസത്തിൽ താഴെയായിട്ടുള്ളൂ, എന്നിട്ട് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടിയായ അവൾ പ്രസവിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഇതിന്റെ മുമ്പേ ഈ ഗർഭമുണ്ടായിട്ടുണ്ട് എന്നർത്ഥം. ഇവൻ ജിമാ ചെയ്യുന്നതിന്റെ മുമ്പേ ഗർഭം ധരിച്ചു. അങ്ങനെ സാഹചര്യങ്ങളെ കൊണ്ട് ഇന്നൊക്കെ സ്കാനിങ്ങിലൊക്കെ വളരെ വ്യക്തമായിട്ട് പറയില്ലേ, വ്യക്തമായിട്ട് കിട്ടി എത്ര ദിവസമായി മാസമായി ഇതൊക്കെ വ്യക്തമായ രേഖകളാൽ തെളിഞ്ഞു ഈ കുട്ടി എന്റേതല്ല എന്ന് ഇവനെ നിഷേധിക്കണം. അങ്ങനെയെങ്കിൽ യജിബു അലൈഹി നഫീഹു ബിൽ ലിആൻ, ലിആൻ ചെയ്തിട്ട്, ലിആൻ എന്ന് പറഞ്ഞത് എന്താണെന്ന് സത്യം ചെയ്യലാണ്. 4 ഷഹാദാത്ത്, 4 വട്ടം സത്യം ചെയ്യണം. 5ാമത്തേത് ഞാൻ ഈ പറയുന്നത് നുണയാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം എനിക്കുണ്ടാകട്ടെ എന്ന് പറയണം. രണ്ടുപേരും ലിആൻ ചെയ്യുന്ന അവസ്ഥ വരും. അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കൽ നിർബന്ധമായിട്ട് വരും ഇയാൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുമാ റജുലിൻ, പക്ഷേ ഇത് ഗൗരവമാണ്. അയ്യുമാ റജുലിൻ, ഏതെങ്കിലും ഒരാൾ ജഹദ വലദഹു വഹുവ യൻദുറു ഇലൈഹി, തന്റെ കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന ഒരു മകനിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇതെന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞാൽ, പടച്ചവനെ, അങ്ങനെ ഒരു പിതാവ് പറഞ്ഞു ഇതെന്റെ കുട്ടിയല്ല. ആരോട്? അവന്റെ മടിയിലിരിക്കുന്ന കുഞ്ഞിനോട്, അവന്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞിലേക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ, യഹ്തജബല്ലാഹു മിൻഹു യൗമൽ ഖിയാമഹ്, അന്ത്യനാളിൽ അല്ലാഹു അവനിൽ നിന്ന് മറവിരിക്കുമെന്നും അവൻ അല്ലാഹുവിന്റെ ദർശനം പോലും കൊടുക്കുകയില്ലെന്നും, വഫളഹു അലാ റൂസിൽ അവ്വലീന വൽ ആഖിരീൻ, മുൻഗാമികളും പിൻഗാമികളുമായ മുഴുവൻ ആളുകളുടെ മുമ്പിൽ വെച്ച് അല്ലാഹു അവനെ നാണം കെടുത്തുമെന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും അല്ല, ഇയാൾക്ക് ഉറപ്പാണ്. പറയുന്നത് വളരെ ഗൗരവമാണ് ഈ വിഷയം. ഇതിന്റെ കുട്ടിയല്ല എന്ന് പറയണമെങ്കിൽ അതിന് ശരഈയായ തെളിവുകൾ വേണം. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ലിആൻ, ഇനി പറയുന്ന ആരോപണത്തിന് ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന പ്രയോഗം ലിആൻ എന്നാണ്. അത് ചെയ്യൽ നിർബന്ധമായിട്ട് വരും. അപ്പോ കുട്ടിയെ എന്റേതല്ല എന്നൊന്നും പറയാം, അത് ചില്ലറ വിഷയമല്ല, അങ്ങനെ പറയരുത്. അങ്ങനെയൊക്കെ പല വിഷയങ്ങളും നടക്കൂലേ. ഇവിടെ തന്നെ മഹാന്മാരായ ഇമാമുകൾ പഠിപ്പിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, പെണ്ണ് പ്രസവിച്ചു നോക്കുമ്പോ ഉമ്മാന്റെ കോലമല്ല കുട്ടിക്ക്, വാപ്പാന്റെ കോലമല്ല. അങ്ങനൊക്കെ ഉണ്ടാവൂലേ. ഒരു ഉദാഹരണം, രണ്ടാളും നല്ല വൈറ്റ് ഗുഡ് ലുക്കിംഗ്, നല്ല തൊലി നിറം വെളുത്തവരായ ഭാര്യയാണ് ഭർത്താവും, അങ്ങനെ നല്ല സുന്ദരന്മാർ. രണ്ടാൾക്കും ജനിച്ച കുട്ടിയോ അസ്വദ്, കറുത്തൊരു കുട്ടി. അങ്ങനെ വന്നാൽ ഇതിലൊന്നും വ്യഭിചാരോപണം ഉന്നയിക്കാൻ പറ്റൂല. ഉറപ്പാണ് ഇത് വ്യഭിചാരത്തിൽ നിന്നുണ്ടായതാണെന്ന് ഉറപ്പാണെങ്കിൽ അല്ലാതെ ഇവിടെ ആരോപണം ഉന്നയിക്കാനേ പറ്റില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ തങ്ങളോട് വന്നിട്ട് ഒരാൾ വന്ന് പറഞ്ഞു, ഇന്നംറഅതി വലദത ഗുലാമൻ അസ്വദ്, നബിയേ, ഞാനും വെളുത്തവനാണ്, എന്റെ ഭാര്യയും വെളുത്തവളാണ്, പക്ഷെ അവൾ പ്രസവിച്ചതോ ഒരു കറുത്ത കുട്ടിയെ പ്രസവിച്ചു. അയാൾ ബാക്കി പറഞ്ഞില്ല, തങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇതിന്റെ അർത്ഥം എന്ന്. നബിയേ, ഇതെന്റെ കുട്ടിയല്ലല്ലോ, ഇതെന്റെ കുട്ടിനാണോ എന്ന സംശയമാണ്. തങ്ങൾ മറുപടി കൊടുത്തു, എന്താണ്?
ഫഖാല ഹൽ ലക മിൻ ഇബിൽ, നിനക്ക് ഒട്ടകങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഖാല നഅം, ഉണ്ട് നബിയേ. മാ അൽവാനുഹാ, എന്താണ് ഒട്ടകത്തിന്റെ നിറമൊക്കെ? ഖാല ഹുംറുൻ, ചുവന്ന ഒട്ടകങ്ങളാണ്, ചെമന്നൊട്ടകങ്ങളാണ്. ചെമന്നൊട്ടകങ്ങൾ അന്നത്തെ ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ഒട്ടകങ്ങൾ, ഏറ്റവും വില കൂടിയ ഒട്ടകങ്ങളാണ് ചെമന്നൊട്ടകം. ഹൽ ഫീഹാ ഔറഖ്, അതിലുമില്ലേ വെളുപ്പും കറുപ്പും കലർന്ന ഒട്ടകം? അതിലില്ലേ ചുവപ്പുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഈ ഗ്രേ കളറുള്ള ഒട്ടകം അതിലില്ലേ എന്ന് ചോദിച്ചു. ഖാല നഅം, ഉണ്ടല്ലോ നബിയെ, ഉണ്ട്. സുബ്ഹാനല്ലാഹ്. ഫകൈഫ ദാക്, അതിപ്പോ എങ്ങനെ? പറഞ്ഞു നസഅഹു ഇർഖുൻ, ഒരു ഞരമ്പ് അതിനോട് വലിച്ചതായിരിക്കും. അതാണ് അറബി പ്രയോഗം. അതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഉപ്പാപ്പാരിലേക്ക് പോയതായിരിക്കും. നമ്മൾ പറയില്ലേ, കുട്ടി മാമന്റെ ചേലാണ്, കുട്ടി മൂത്താപ്പന്റെ ചേലാണ്, മൂത്തമ്മയുടെ ചേലാണെന്നൊക്കെ പറയില്ലേ. നസഅതു ഇർഖിൻ, ഏതെങ്കിലും ഒരു വഴിയിലേക്ക് പരമ്പരയിലേക്ക് പോയതായിരിക്കും. അങ്ങനെയാണ് നീ മനസ്സിലാക്കുന്നല്ലേ. ഫലഅല്ല ഹാദാ നസഅഹു ഇർഖ്, ഇതും അങ്ങനെ തന്നെ, ഈ കുട്ടിക്കും അങ്ങനെ തന്നെ സംഭവിച്ചതാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. പിതാക്കന്മാരിൽ 4ാം തലമുറയിൽ ചിലപ്പോൾ ഒരു പക്ഷേ രണ്ടുപേരും ബാക്കിയുള്ള തലമുറക്കെ വെളുത്ത ആളുകളാണ്. പക്ഷെ ഒരു കറുത്ത ആള്, ഒരു പിതാമഹൻ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. മതി, അങ്ങനൊക്കെ ഉണ്ടാവൂലേ. അതിന്റെ പേരിലൊന്നും ഈ പറച്ചിലൊന്നും പറയാൻ പറ്റൂല. അതെന്റെ കുട്ടിയല്ല എന്നെങ്ങാനും പറഞ്ഞാൽ വരുന്ന ഖദ്ഫിന്റെ ശിക്ഷ നടപ്പാക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റമാണ് ചെയ്യുന്നത് എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് ഈ വക കാര്യങ്ങളൊന്നും പറയണ്ട, ഇതൊന്നും സമൂഹത്തിൽ ചർച്ച ചെയ്യണ്ട, അങ്ങനെയൊന്നും പത്രത്തിന് കോളിടണ്ട. ആളുകൾ പത്രം വായിക്കുമ്പോഴേക്കും തട്ടിക്കൊണ്ടുപോണ കേസുകള്, ബലാത്കാരമായ കേസുകള്, അതൊക്കെ വളരെ ബൈഹാർട്ടാണ്. വേറെ ഒരു വാർത്തയും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അങ്ങനെയൊക്കെ എത്രയോ ആളുകൾ സംസാരിക്കുന്നതിനെ കേൾക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. നമുക്ക് എഴുതപ്പെട്ടത് മുഴുവനും വായിക്കാൻ പറ്റൂല മുഅ്മിനീങ്ങളെ. കറുത്ത മഷി കൊണ്ട് വെളുത്ത കടലാസിൽ എഴുതിയതും എല്ലാം നമുക്ക് വായിക്കാൻ പറ്റൂല. ഇൽമാണ് എന്ന് പറയുന്ന എന്തും നമുക്ക് വായിക്കാം. എന്താണ് ഇൽമ്? ദുനിയാവിലേക്കോ ആഖിറത്തിലേക്കോ ഒരു മനുഷ്യന് ദുന്യവിയോ ഉഖ്റവിയോ ആയ ഉപകാരം ചെയ്യാത്തതൊന്നും ഇൽമല്ല. എല്ലാ പറയുന്നതും കേൾക്കാനും പറ്റൂല. കേൾക്കുന്നത് ചെവികോർത്ത് കേട്ടിരുന്നാൽ അൽ മുസ്തമിഉ ശരീകുൽ ഖായിൽ, ഈ കേൾക്കുന്ന ശ്രദ്ധിച്ചു കേട്ടവൻ പറഞ്ഞവന് തുല്യമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ പറഞ്ഞാൽക്കുള്ള കുറ്റം ഈ ശ്രദ്ധിച്ചു കേട്ട ആളുകൾക്കും ബാധകമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ, ആണിനെ സംബന്ധിച്ചോ പെണ്ണിനെ സംബന്ധിച്ചോ ഉള്ള ക്രൈമുകൾ, കുറ്റങ്ങൾ, അത്തരം ആരോപണങ്ങൾ അത് ശ്രവിക്കാനോ പറയാനോ വായിക്കാനോ നമുക്ക് പാടില്ലാത്തതാണ്. നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ പത്രത്തിലെ പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റിംഗ് ആയ വാങ്ങലൊക്കെ കഴിഞ്ഞു പോകുമല്ലോ, അത് മതി. ബാക്കിയുള്ളത് മതി. അതേ നമുക്ക് ജായിസുള്ളൂ. മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. ഗൗരവത്തോടുകൂടെ നമ്മൾ ഈ വിഷയങ്ങൾ മനസ്സിലാക്കണം. അത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ ചർച്ച പോലും നടക്കാൻ പാടില്ല. ഏതെങ്കിലും ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവൾക്ക് ഒരുത്തം വിളിച്ചു, അല്ലെങ്കിൽ അവൻ എപ്പോഴും ഒരാൾ വിളിക്കാറുണ്ട്, ഒരു പെണ്ണ് വിളിക്കാറുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് അവര് തമ്മിൽ വൈകാരികമായ ബന്ധത്തിലാണ്, അവര് തമ്മിൽ വ്യഭിചാരം നടക്കാറുണ്ട് എന്ന് പറഞ്ഞു പോയാൽ, സുബ്ഹാനല്ലാഹ്, വ്യംഗ്യമായിട്ട് പറഞ്ഞു പോയാൽ പോലും 80 വീതം അടിക്കപ്പെടുന്ന ശിക്ഷക്ക് കാരണമായ കുറ്റമാണ് ആ ചെയ്യുന്നത്. ആ പറഞ്ഞ ആൾ ഫാസിഖാൻ, അവന്റെ ഷഹാദത്ത് പോലും സ്വീകരിക്കാൻ പാടില്ല. 3 വിഷയങ്ങളാണ് അല്ലാഹു പറയുന്നത്. ഒന്ന്, ശിക്ഷ വേണം. പിന്നെ ലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദ, അവരുടെ സാക്ഷിത്വം സ്വീകരിക്കാൻ പാടില്ല. മാസം കണ്ടത് ഒന്ന് പറഞ്ഞത് ഇവനാണ്, കൂട്ടൂല. പെരുന്നാളായി എന്നൊക്കെ ഇവൻ ശരിക്കും കണ്ടിട്ട് കടപ്പുറത്തുനിന്ന് ഉറപ്പാണ്. ഈ പറഞ്ഞാൽ ഇവനല്ലേ മറ്റേ പെണ്ണിനെ പറ്റി പറഞ്ഞത്, ഇവനെ കൂട്ടൂല. ഇവൻ ഉമ്മത്തിൽ നിന്ന് താഴെ കടിയിലേക്ക് തള്ളപ്പെട്ടു. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ ഫിസ്ഖിന്റെ ആളുകളാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗുരുതരമായ വിഷയത്തിൽ വളരെ ഗുരുതരമായ ശിക്ഷ അല്ലാഹു തആല ഇറക്കിക്കൊണ്ടാണ് ആയത്തുൽ സൂറത്തുൻ നൂറിലെ ഈ 4-ാമത്തെയും 5-ാമത്തെയും ആയത്ത് അല്ലാഹു ചർച്ച ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. ഇനിയൊരു വിഷയം സംഭവിക്കുന്ന ഒരു മസല കൂടെ പറയാം. ഒരു വ്യഭിചാര ആരോപണം ഒരാളെ സംബന്ധിച്ച് പറഞ്ഞു. അയാൾ ആരോപണം ചെയ്യപ്പെടുന്ന ആ ആൾ നമ്മൾ പറഞ്ഞ 5 ഷർത്തുകളും ഒത്ത ആളാണ്. ബുദ്ധിയുണ്ട്, പ്രായപൂർത്തിയായ ആളാണ്, മുസ്ലിമാണ്, സ്വതന്ത്രനാണ്, ചരിത്രശുദ്ധിയുള്ള ആളാണ്. ഇങ്ങനെയൊക്കെയാണ്. അയാളെ സംബന്ധിച്ച് ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചു. അവൻ
അന്ന് കോളേജ് പഠിക്കുന്ന സമയത്ത് എനിക്കറിയാൻ കേട്ടോ, ബാക്കിയൊന്നും ഞാൻ പറയണില്ല. ഈ പറയണത് ആരോപണമാവും നിങ്ങളെ, ഇത് ആരോപണമാണ്. ചിലപ്പോ പറയില്ലേ അവളെ പറ്റിയോ, ഞാൻ പറയണില്ല. അവനെ പറ്റിയോ, എന്ത് പറയാൻ, അതൊക്കെ പറയാതൊക്കെ നല്ലത്. ഈ പറഞ്ഞ വാക്കുകളൊക്കെ ഖദ്ഫാണ്. അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ പണിയാണ് മുഅ്മിനീങ്ങളെ, അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ പണിയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന മസ്അലയിനെയും അങ്ങനെ ഒരാൾ പറഞ്ഞിങ്ങനെ ഒരു 2 ആഴ്ചക്കായി ഇവൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ആയി. പിന്നെ നോക്കുമ്പോ ആരെപ്പറ്റി പറഞ്ഞോ അവൻ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു. അങ്ങനെ വന്നാൽ ഈ ആരോപണം ഉന്നയിച്ച ആൾക്ക് ശിക്ഷ കൊടുത്തിട്ടില്ല. ശിക്ഷക്കങ്ങനെ കൊടുക്കാനൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, ഇന്ന ദിവസം കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ഇവനെ 80 വീതം അടിക്കപ്പെടണം. പക്ഷേ ആരെ സംബന്ധിച്ചു പറഞ്ഞോ അയാൾ നല്ല ആളാണെന്ന് നാം കേട്ട് മനസ്സിലായി പോന്നിരുന്നത്. പക്ഷേ ഇയാൾ തിന്മ ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു എപ്പോ, ഇവനെ അടിക്കുന്നതിന്റെ മുമ്പ്. എന്നാ പിന്നെ ഇവൻ അടിക്കണോ, ഇവന് ശിക്ഷ കിട്ടുമോ? യസ്ഖുതു അൻഹുൽ ഹദ്, ഇവരിൽ നിന്ന് ആ ശിക്ഷ ഒഴിവായി പോകും. കാരണം ഇവൻ ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടു, പ്രത്യക്ഷത്തിൽ അവൻ വ്യഭിചാരം ചെയ്തതായിട്ട് പറഞ്ഞല്ലോ. അങ്ങനെ വന്നാൽ ഇതിന് മുമ്പും ഇവൻ ഇത് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ വന്നാൽ ഇവൻ മുഹ്സൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്, ഇവൻ ഈ പണി ചെയ്യുന്ന ആളാണ് എന്ന് വന്നു. അപ്പസ്താദെ അതിപ്പോ ആദ്യമായിട്ട് ചെയ്തൊരു പണിയാണെങ്കിലോ, ആദ്യമായിട്ട് ഉപ്പര് അങ്ങനെ അപ്പോൾ പിടിക്കപ്പെടുകയും ചെയ്തു, അങ്ങനെ ആകുമല്ലോ, അങ്ങനെ ആവൂലെന്നാണ്. എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് റഹീമാണ്, റഊഫാൻ, കാരുണ്യവാനാണ്. എങ്ങനെ? ലാ യഹ്തികു സിത്ര അബ്ദിഹി ഫീ അവ്വലി മാ യർതകിബുൽ മഅസിയ. ഒരു തെറ്റ് ഒരാൾ ആദ്യമായി ചെയ്യുമ്പോൾ ആ തെറ്റ് അല്ലാഹു പുറത്താക്കൂല എന്നാണ്. നമ്മളൊക്കെ പറയില്ലേ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുന്നു, ഒരു നാൾ കള്ളൻ ആ നാൾ തന്നെ പിടിക്കപ്പെടുന്നല്ല, എന്നും കക്കണാള് എന്നെങ്കിലും പിടിക്കപ്പെടുന്നു. ഈ പിടിക്കപ്പെടുക എന്ന് പറഞ്ഞത് അള്ളാഹു ചെയ്യുന്നൊരു പണിയാണ്, അല്ലേ? അള്ളാഹു ചെയ്യുന്ന പണിയാണ്. അങ്ങനെ ഒരു മനുഷ്യന്റെ തിന്മ പിടിക്കപ്പെടുന്നത് എപ്പോഴാ? ആദ്യമായിട്ട് ഒരാൾ തിന്മ ചെയ്യുമ്പോ ആ മനുഷ്യന്റെ തിന്മയെ അള്ളാഹു മറച്ചു വെക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് പൊളിയില്ല. തൗബ ചെയ്യാൻ അവസരം കൊടുക്കുകയാണ് അള്ളാഹു. ഇതാരും കണ്ടിട്ടില്ല, ഇനി എനിക്ക് ഇഷ്ടം പോലെ തിന്മ ചെയ്യാം എന്ന് വിചാരിക്കല്ലേ. ഇത് അള്ളാഹു നിനക്ക് തരുന്ന സിത്റാൻ, അള്ളാഹു നിനക്ക് തരുന്ന മറയാൻ. തൗബ ചെയ്ത് മടങ്ങിക്കോ, അള്ളാഹു നിന്നെ നാണം കെടുത്തുന്നില്ല. പക്ഷേ ഇത് ഒന്നിലധികം നടക്കുമ്പോൾ അപ്പോഴാണ് ഇത് പിടിക്കപ്പെടുന്നത്. അതിനെന്താ തെളിവുണ്ടോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, പിടിച്ചുകൊണ്ടുവന്നു, അയാൾ ശിക്ഷ നടപ്പാക്കപ്പെടുകയാണ്. ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹ് മാ സനൈതു ഇല്ലാ ഹാദി. ഉമർ എന്നവരെ, ഈ വ്യഭിചാരമല്ലാതെ മറ്റൊരു വ്യഭിചാരവും ഞാൻ ചെയ്തിട്ടില്ലട്ടോ, ഇതെന്റെ ആദ്യത്തേതും അവസാനത്തേതുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദബ്ത, നീ പറഞ്ഞത് നുണയാണ്, ഇത് ഞാൻ ആദ്യമായി ചെയ്യുന്നൊരു കുറ്റമാണെന്നല്ലേ നീ പറഞ്ഞത്? കദബ്ത, ഇത് നുണയാണ്. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഫ്ളഹു അബ്ദഹു ഫി അവ്വലി മറ. ആദ്യമായിട്ട് ഒരു മനുഷ്യൻ തിന്മ ചെയ്യുമ്പോ അല്ലാഹു അവനെ ഫളീഹത്താക്കില്ലടോ, ഇത് നീ ചെയ്തത് ഒന്നിലധികം തവണ ചെയ്തത് കൊണ്ടാണ്. ഇത് ശർഇന്റെ നിയമം പോലെ അംഗീകരിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. ഒരു കാര്യം കൂടെ മനസ്സിലായി, തിന്മ ചെയ്യുമ്പോ അവിടെ എങ്ങാനും അത് നാണം കെടുത്താതെ അള്ളാഹു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്ത് മടങ്ങാനുള്ള അവസരമാണ്. പക്ഷെ അത് അള്ളാഹു കൂടുതൽ നാൾ പിടിച്ചു വെക്കൂല. അത് അള്ളാഹു ഫളീഹത്താക്കുന്നത് ഒന്നാം തവണ അള്ളാഹു ഒരു മനുഷ്യനെ നാണം കെടുത്തുന്നില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇഫ്ഫത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു തആല നമുക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകൾക്ക് സാക്ഷി പറയാൻ പറ്റില്ലെന്നും അവര് ഫാസിഖീങ്ങളാണെന്നൊക്കെ പറഞ്ഞാൽ ഇവരുടെ അർത്ഥം എന്താണ്? ഇവര് നരകത്തിലേക്കാണെന്നാണോ? ഇവർക്കിനി രക്ഷയില്ലേ? അള്ളാഹുവിന്റെ റഹ്മത്ത് വരുന്നു. ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക വഅസ്ലഹൂ ഇല്ലല്ലദീന ثم لم يتوبوا بأربعة شهداء. 4 സാക്ഷികളെ കൊണ്ടുവരാതെ നിൽക്കുന്ന ആളുകൾ അവര് ഫാസിഖീങ്ങളാണ് എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ ശേഷം ഇനി റബ്ബ് തആല പറയുന്നത്,
തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾ ഇല്ലല്ലദീന താബൂ മിൻ ബഅദി ദാലിക് തൗബ ഇല്ലല്ലദീന താബൂ തൗബ ചെയ്യുകയും വഅസ്ലഹു നന്മ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ. സമയം വൈകി ഏതാനും ചില മസലകൾ നമ്മൾ മാറ്റിവെച്ച് ഈ ആയത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. തൗബ ചെയ്തു, പിന്നെ നന്മയും ചെയ്തു. അങ്ങനത്തെ ആളുകൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. അവരുടെ സാക്ഷിത്വം, അവർ സാക്ഷി പറയുന്നത് സ്വീകരിക്കപ്പെടും. അവർ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലേക്ക് അവരെ ചേർക്കുകയും ചെയ്യും. പക്ഷേ ഇവരെങ്ങാനും ഈ തൗബ ചെയ്യാതിരുന്നാൽ, സുബ്ഹാനല്ലാഹ്, എന്താ വിഷയം? കാലാകാലം ഇവർ ഫാസിഖുകൾ തന്നെയാണ്. والذين يرموا إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم. ആയത്ത് നോക്കുക. والذين يرمون المحصنات ചാരിത്ര ശുദ്ധിയുള്ള പുരുഷന്മാർ, അത്തരം മുഅ്മിനീങ്ങളായ സ്ത്രീകൾ അവരെ വ്യഭിചാര ആരോപണം ചെയ്യുകയും എന്നിട്ട് 4 സാക്ഷികളെ വിസ്തരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ ഫജ്ലിദൂഹും 80 ജൽദ, അവരെ 80 വീതം അടിക്കണം. വലാ തഖ്ബലൂ ലഹും ഷഹാദതൻ അബദ, അവരുടെ സാക്ഷിത്വം ഒരിക്കലും സ്വീകരിക്കുകയും അരുത്. വഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തെമ്മാടികളാണ്. ഇല്ലല്ലദീന താബു, തൗബ ചെയ്ത് മടങ്ങുന്നവരൊഴികെ, മിൻ ബഅദി ദാലിക്, ഇത്തരം തിന്മകൾ സംഭവിച്ചു പോയതിന് ശേഷം തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകൾ, വഅസ്ലഹു, തൗബ ചെയ്തു മാത്രമല്ല അതിനുശേഷം നന്മകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. തിന്മ സംഭവിച്ചാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നന്മ ധാരാളം ചെയ്യണം. അങ്ങനെ കാണാറില്ലേ? ചെറുപ്പകാലത്തൊക്കെ അങ്ങനെ വഴിതെറ്റി ജീവിച്ചു, പിന്നെ അല്ലാഹു ഹിദായത്ത് കൊടുത്തു, പിന്നെ നിസ്കാരമൊക്കെ തുടങ്ങി. ഇത്തരം ആളുകൾ കുറച്ച് പ്രായക്കാകുമ്പോൾ ഇഷ്ടം പോലെ നിസ്കരിക്കും, ഒരുപാട് അധ്വാനിക്കും. കുറച്ചവനെ ഒരുപാട് തെറ്റ് ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, അതൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി തന്നെയാണ് റബ്ബേ ഞാനിത് ചെയ്യുന്നത് എന്ന രീതിയിൽ ഒരുപാട് അമല് ചെയ്യും പശ്ചാത്താപത്തിന്റെ ശേഷം. നേരെമറിച്ച് ചെറുപ്പത്തിലേ നല്ല രീതിയിൽ ജീവിച്ചു പോരുന്ന ആളുകൾ അവരാ സാധാരണ ചെയ്യുന്ന ഇബാദത്ത് തന്നെ ഉണ്ടാവുള്ളൂ, എക്സ്ട്രാ ഒന്നും ഉണ്ടാവില്ല. നേരെമറിച്ച് തിന്മയിൽ നിന്നോട് കയറി വന്ന ആളുകൾ ഒരുപാട് നന്മ ചെയ്യുന്നത് കാണാൻ കഴിയും. അതൊരു തൗഫീഖാണ്. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ പശ്ചാത്തപിച്ച ആളുകൾ വഅസ്ലഹു, എന്നിട്ട് നന്മ ചെയ്യുകയും. എന്താണ് ഈ പശ്ചാത്താപം? എന്താണ് ഈ പശ്ചാത്താപം? ഞാൻ ആരെ സംബന്ധിച്ച് വ്യഭിചാര ആരോപണം ചെയ്തുവോ അത് ഞാൻ പറഞ്ഞത് നുണയാണ്, പരസ്യമായിട്ട് പറയണം. ഞാൻ ആ പറഞ്ഞത് നുണയാണ് എന്ന് പരസ്യമായി, അത് നുണയാണെന്ന് അയാൾക്കറിയാം. അങ്ങനത്തെ വിഷയത്തിൽ അവൻ അങ്ങനെ പറയണം. അവൻ പറഞ്ഞു സംഗതി, പിന്നെയാണ് ഓർമ്മ വന്നത് ആയത്തുന്നൂർ, സൂറത്തുന്നൂറിലെ ആയത്തുൽ ഖദഫ് പിന്നെയാണ് പഠിച്ചത്. പടച്ചോനെ ഞാനത് പറഞ്ഞുപോയി, 4 സാക്ഷികളെ വിസ്തരിക്കാനുമില്ല. ഇനിയിപ്പൊ ഞാൻ പറഞ്ഞത് നുണയാണ് എന്ന് പറഞ്ഞ പശ്ചാത്താപാകോ? ഇല്ല. അയാൾക്കറിയാം, അയാൾക്ക് ഉറപ്പാണ് ഇത് വ്യഭിചാരം നടന്നിട്ടുണ്ട് എന്ന്. പറഞ്ഞത് ഇയാൾ ഹക്കായിട്ട് പറഞ്ഞതാ, പക്ഷെ സാക്ഷികളെ കൊണ്ടുവരാൻ കഴിയില്ലെങ്കിൽ പിന്നെ മിണ്ടാൻ പാടില്ല എന്നാണ്. 4 സാക്ഷികളില്ലേ, ആ വിഷയം മിണ്ടാൻ പാടില്ല. പക്ഷെ ഇയാൾ പറഞ്ഞുപോയി. ഇനി ഇയാളുടെ തൗബ എങ്ങനെയാണ്? ഞാൻ ആ പറഞ്ഞത് നുണയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പറഞ്ഞ അയാൾ മറ്റൊരു നുണയാണ് ഈ പറയാൻ പോണത്. ആ പറഞ്ഞത് ഹക്കാണെന്ന് ഇയാൾക്കറിയാം, അയാൾ കണ്ട വിഷയം, ഉറപ്പായിട്ടും അയാൾക്ക് ഉറപ്പുള്ള വിഷയമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് നുണയാണ് എന്ന് അവിടെ പറഞ്ഞാൽ അത് തൗബയാവില്ല. കാരണം അത് തെറ്റിന് മറ്റൊരു തെറ്റാണ് ഈ ചെയ്യാൻ പോണത്. കണ്ടു എന്ന് പറഞ്ഞത് ശരിയാ, ആരോപണം ഉന്നയിച്ചത് തെറ്റാണ്, പക്ഷേ ഞാൻ ആ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞതൊരു നുണയാണ്. അപ്പൊ ഇവിടെ ചെയ്യേണ്ടത്, ഞാൻ ആ പറഞ്ഞതിൽ ഖേദിക്കുന്നു, ഇനി ഞാൻ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കില്ല, ഇത്തരം പ്രകടനങ്ങൾ എന്നിൽ നിന്നുണ്ടാവുകയില്ല എന്ന് പശ്ചാത്തപിച്ച് മടങ്ങണം. അതാണ് അവരുടെ തൗബ. വഅസ്ലഹു, നന്മ ചെയ്യണമെന്ന് പറഞ്ഞു. എത്രയാണ് ഈ നന്മ ചെയ്യാന്ന് പറഞ്ഞ? എത്രയാ കാലഘട്ടം? സനത്തുൻ, ആലിമീങ്ങൾ 1 വർഷം വരെ കാത്തിരിക്കണം. ഇവൻ പശ്ചാത്തപിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനി ഇവന്റെ നടപ്പുകളൊക്കെ നോക്കട്ടെ. അവൻ നല്ല കുട്ടിയായിട്ട് നടക്കുന്നുണ്ട്, മാഷാ അല്ലാഹ്, നല്ല ശരീഅത്തനുസരിച്ചുള്ള ജീവിതമാണ്. അങ്ങനെ 1 വർഷം അവനെ വീക്ഷിച്ചു. എന്നാൽ പിന്നെ അവന്റെ സാക്ഷിത്വം സ്വീകരിക്കാം, എന്നാൽ പിന്നെ അവനെ ഫാസിക്കായി തള്ളേണ്ട ആവശ്യമില്ല. ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാണ്, അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നവനാണ്. അല്ലാഹു തആല നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഉമ്മത്തിന് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല
ഉമ്മത്തിൽ ഒരിക്കലും പറഞ്ഞു പോകരുത്, അത്തരം ചർച്ചകൾ പോലും നടക്കരുത് എന്ന് പഠിപ്പിക്കുകയായിരുന്നു ഈ ആയത്തുകൾ ഉടനീളം. 4 സാക്ഷികളില്ല, 3 ആളെ കിട്ടിയാൽ എന്ത് ചെയ്യണം? ഇതൊക്കെ ശരീഅത്തിന്റെ നിയമത്തിൽ വളരെ ഗുരുതരമാണ്. 4 ആളെ കൊണ്ടുവന്നു, 4 ആളും സാക്ഷി പറയാൻ വേണ്ടി വന്നു. ഒരു സ്വഹാബിയുടെ വിഷയത്തിൽ അങ്ങനെ ഒരു ആരോപണം നടന്നിരുന്നു. ആരോപണം നടന്നപ്പോ 4 സാക്ഷികളുണ്ടായി. പക്ഷേ ആ 4 സാക്ഷി മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആരോപണം നടന്ന സമയത്ത് അവരിൽ സാക്ഷികളായി വന്ന ആൾ, അവരിൽ അബൂബക്കർ, നുഫൈ ഇബ്നു ഹാരിസ് ഉണ്ട്, നാഫിഉ ഇബ്നു ഹാരിസ് ഉണ്ട്, ഷിബിൽ ഇബ്നു മഅബദ് അൽ-ബജലി ഉണ്ട്, സിയാദ് എന്ന് പറയുന്ന മറ്റൊരാളുമുണ്ട്. ഇങ്ങനെ വന്നപ്പോ ഒരാൾ സാക്ഷി പറയാൻ പോവാണ്. ആരോപണം ഉന്നയിച്ചത് പിന്നെ 4 ആള് വേണമെന്ന് പറഞ്ഞു. 4 ആളും സാക്ഷി പറയാൻ വന്നു. അങ്ങനെ വന്ന സമയം ഒരാൾക്ക് ഇങ്ങനെ ഒരു ഇടറൽ, ഞാനത് പറയണില്ല, ഞാനതിന് സാക്ഷിയാന്ന് പറയണില്ല. അങ്ങനെ സംഭവിച്ചു. ആ സമയത്ത് മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജലദ ഉമർ സലാസത്തൽ മദ്കൂരീൻ, ആ സാക്ഷി പറഞ്ഞ 3 ആളെയും അടിച്ചു എന്നാണ്. ഓരോരുത്തർക്കും 80 വീതം അടി നടപ്പാക്കിയെന്നാണ്. ഒരാൾ അവിടെ വന്നപ്പോ കാലുമാറി, അങ്ങനെ പറയില്ല, കാലുമാറ കൂറുമാറ എന്നൊക്കെ പറയില്ലേ. ഒരാൾ അവിടെ എത്തിയപ്പം ഞാൻ സാക്ഷി പറയണില്ല, 4 എണ്ണം ചുരുങ്ങി. അങ്ങനെ വന്നപ്പോ പറഞ്ഞ ആളെയും ഈ സാക്ഷി പറയാൻ വന്ന ബാക്കി 3 ആളെയും അങ്ങനെ ചെയ്തു എന്നാണ്. ഇനിയിപ്പോ ഒരാളെ വ്യഭിചാരോപണം ചെയ്തു, ആ വിഷയത്തിൽ 4 ആളും സാക്ഷി പറഞ്ഞു. സാക്ഷി പറഞ്ഞിട്ട് വ്യഭിചാരം തെളിയിക്കപ്പെട്ടു, ഒരു മനുഷ്യനെ എറിഞ്ഞു കൊന്നു എന്ന് വിചാരിക്കുക അല്ലേ? മരിക്കുവോളം എറിയണമെന്നല്ലേ, റജ്മെന്നല്ലേ? വിവാഹിതരായ മനുഷ്യൻ വ്യഭിചരിച്ചാൽ അവരുടെ ശിക്ഷ അതല്ലേ? എറിഞ്ഞു കൊന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരാൾ പറഞ്ഞു, ഞാൻ അന്ന് പറഞ്ഞത് എനിക്ക് ഇത്ര കൈക്കൂലി എന്നപ്പം പറഞ്ഞതാ ഞാൻ എന്ന്. ഒരാളങ്ങോട്ട് കാലുമാറിന്ന് വിചാരിക്കുക. ആളെ വധിച്ചു കഴിഞ്ഞു. അയാളുടെ ആരോപണപ്രകാരം ഇത് തെളിഞ്ഞു, 4 ആൾ സാക്ഷി പറഞ്ഞു. പക്ഷേ വധിക്കലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം ഒരാൾ കാലുമാറിയാൽ എന്താണ്? അലൈഹി റുബ്ഉ ദിയ, ഇയാൾക്ക് ഇവരുടെ ഒരു ബ്ലഡ് മണി ഉണ്ടാകും. അങ്ങനെ അകാരണമായി വധിക്കപ്പെടുന്ന ആളുകൾക്ക് പ്രായശ്ചിത്തം നൽകേണ്ടി വരും. അത് ഹാക്കിം, ഭരണാധികാരിയെ നിശ്ചയിക്കുക എത്ര തുകയാണ് കൊടുക്കേണ്ടത് എന്ന്. ആ തുകയുടെ 4/1 ഈ പിന്മാറിയ ആൾ വഹിക്കേണ്ടി വരുമെന്നാണ് നിയമം. അങ്ങനെ കുറെ മസലകൾ ഈ വിഷയത്തിൽ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ആധികാരികമായി ആത്യന്തികമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ, വാക്കുകൾ, പ്രയോഗങ്ങൾ ഉമ്മത്തിന് വേണ്ട, മുസ്ലിമീങ്ങൾക്ക് ഇത് വേണ്ട, മുസ്ലിം സമൂഹത്തിൽ ഇത് ചർച്ച ചെയ്യേണ്ട. ഇത് അള്ളാഹുവിന്റെ ദീനാണ്, നന്മ മാത്രം പറയപ്പെടേണ്ട ദീനാണിത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിലും അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ ഫൽയഖുൽ ഖൈറൻ, നല്ലത് മാത്രം പറഞ്ഞാൽ മതി. നല്ലതൊന്നും പറയാൻ കിട്ടുന്നില്ലേ? ഫൽയസ്മുത്, കീപ് ക്വയറ്റ്, ഒന്നും പറയാതെ മിണ്ടാതെന്നോ, ഒന്നും പറയാതെ മിണ്ടാതിരുന്നോ, നന്മ പറഞ്ഞാൽ മതി, തിന്മ പറയല്ലേ. ഇതാണ് അള്ളാഹുവിന്റെ ദീനിന്റെ കാഴ്ചപ്പാടും ഉമ്മത്തിന്റെ സ്വഭാവവും ഇതായിരിക്കണം. അള്ളാഹു അത്തരം ഉത്ബുദ്ധരായ ഒരു സമൂഹമായി മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സമൂഹത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ ഉമ്മത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമായ, ദേശത്തിന് കാരണമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മഹ്ലായ ഫദ്ല് കൊണ്ട് അള്ളാഹുവിന്റെ മലക്കൂത്തിലേക്ക്, അള്ളാഹുവിന്റെ അളമത്തിന് യോജിക്കാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചു പോയതെല്ലാം റഹ്മാനായ റബ്ബ് ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് അള്ളാഹു ഈ ഉമ്മത്തിന് നമുക്കെല്ലാവർക്കും മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദേഷ്യമിറങ്ങാതെ, അള്ളാഹുവിന്റെ കോപമിറങ്ങാതെ, അള്ളാഹുവിന്റെ സിത്റിലും ഹിമായത്തിലും ഹിഫിലും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ദുആയിരക്കുകയാണ്. ഉംറക്ക് പോകാൻ ഉദ്ദേശിച്ച സഹോദരൻ അള്ളാഹുവിന്റെ ഉംറ വളരെ റാഹത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കുമാറാകട്ടെ. SSLCക്ക് പരീക്ഷ എഴുതുന്ന കുട്ടികൾ, +2 പരീക്ഷ എഴുതുന്ന കുട്ടികൾ, ഒരുപാട് പരീക്ഷയ്ക്ക് ഇരിക്കുന്ന മക്കളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു തആല ബുദ്ധിയും ഓർമ്മശക്തിയും അതുപോലെ തന്നെ കഴിവും നല്ല വിജ്ഞാനവും അച്ചടക്കവും ദീനിന്റെ ബോധവും തഖ്വയുമുള്ള നല്ല മക്കളായി ഈ ഉമ്മത്തിന് ഉപകാരപ്പെടുന്നവരായി അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. പിന്നെ സഹോദരൻ 15 വർഷമായി കല്യാണം കഴിഞ്ഞു, നമ്മുടെ ക്ലാസ്സിനൊക്കെ വരുന്ന ആളുകളാണ്. അവര് മക്കളില്ല, അവർക്ക് വേണ്ടി സന്താന സൗഭാഗ്യം ഉണ്ടാവണം. ദുആയിരക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഖുർറത്തുൽ ഐനായ മക്കളെ നൽകുമാറാകട്ടെ. സക്കരിയ നബി, മഹാനായ അല്ലാഹുവിന്റെ നബി സക്കരിയ നബി അലൈഹിസ്സലാമിന് യഹ്യ നബിയെ കൊടുത്ത തമ്പുരാൻ അല്ലാഹു അവർക്ക് മക്കളെ കൊടുക്കുമാറാകട്ടെ. തൂലുൽ ഉംറിലെത്തിയ ഇബ്രാഹിം അലൈഹിസ്സലാമിന് ആദ്യം ഇസ്മായിൽ അലൈഹിസ്സലാമിനെയും പിന്നീട് ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെയും കൊടുത്ത് അനുഗ്രഹിച്ച റബ്ബ് അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കുമാറാകട്ടെ.
അള്ളാഹുവിന് അതൊന്നും വിഷയമല്ല. അള്ളാഹുവിന് അതൊന്നും വിഷയമല്ല. നമ്മൾ ദുആരക്കണം. ഖൂലു ഇസ്തഗ്ഫിറൂ റബ്ബക്കും. അല്ലേ, മക്കളെ കിട്ടാൻ ഒരു കാരണം ഇസ്തിഗ്ഫാർ ചെയ്യണം. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ധാരാളം ചൊല്ലണം. ആ ദിക്ർ വർദ്ധിപ്പിക്കണം. അത് മക്കളുടെ സൗഭാഗ്യം, മക്കളാൽ സൗഭാഗ്യമുണ്ടാവാൻ, മക്കൾ കൊണ്ട് സൗഭാഗ്യം ഉണ്ടാവാൻ ഒരു കാരണമാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ചോദിച്ച ആളുകൾ പ്രത്യേകിച്ചും എന്ത് ചെയ്യണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ധാരാളമായിട്ട് ചൊല്ലണം. അള്ളാഹു നമുക്കൊക്കെ അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ നമ്മുടെ സഹോദരന്റെ ബന്ധു ജോലി ആവശ്യാർത്ഥം വന്നിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് ഖൈറായ ഉചിതമായ ഒരു ജോലി അള്ളാഹു നൽകുമാറാകട്ടെ. ജോലിയില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ സദസ്സിലുണ്ടാകാം. നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവർക്കൊക്കെ ഖൈറായ മഈശത്ത് അള്ളാഹു നൽകുമാറാകട്ടെ. പിന്നെ സഹോദരന്റെ ഉപ്പ ഒരു ഭാഗം കുഴഞ്ഞു ഹോസ്പിറ്റലാണ്. അള്ളാഹു ആ മഹാൻ സഹോദരൻ അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. അള്ളാഹു ഷിഫ നൽകുമാറാകട്ടെ. നാട്ടിലേക്ക് യാത്ര പോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, ദ്വാരക്കാൻ പറഞ്ഞവർ, വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്. അള്ളാഹുവർക്കൊക്കെ സ്വാലിഹത്തുകളായ പെൺകുട്ടികളെ ഇണകളായി അള്ളാഹു നൽകുമാറാകട്ടെ. മക്കളുടെ കല്യാണത്തിന് വേണ്ടി പോകുന്നവരുണ്ട്. അവരുടെ മക്കളുടെ വിവാഹം അവർ അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കുമാറാകട്ടെ. ആഫത്ത് മുസീബത്ത് അള്ളാഹു കാക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അർഹമർ റഹീമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ, അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങൾ പറഞ്ഞതിലെ നന്മ അത് നിന്നിൽ നിന്നുള്ള ഇൽഹാമാണ് ഉടച്ചവനെ. ഞങ്ങൾ പറഞ്ഞത് ഏതെങ്കിലും തെറ്റുകളോ അപാകതകളുണ്ടെങ്കിൽ ഫമിന്നി വമിനശ് ശൈത്വാൻ. അള്ളാഹു ഞങ്ങൾക്ക് ഇൽമ വർദ്ധിപ്പിക്കണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ അപാകതകളെ പരിഹരിക്കണേ ഉടച്ചവനെ. ഞങ്ങളുടെ ഇഖ്ലാസ് നീ നന്നാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ അമലുകൾ ഇഖ്ലാസ് ഉള്ളതാക്കണേ ഉടച്ചവനെ. അള്ളാഹു ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്ന ഓരോ കാൽവെപ്പുകളും നന്മയായി സ്വീകരിക്കണേ റബ്ബേ. ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് നടന്നു വന്നവർ, വാഹനം കയറി വന്നവരൊക്കെ ഈ സദസ്സിലുണ്ട് പടച്ചവനെ. നിന്റെ ദീനും നിന്റെ ദീനിന്റെ ഇൽമും ഈ സദസ്സിലെ ഒരു ദുആയും ഒക്കെ പ്രതീക്ഷിച്ചു കൊണ്ടുവരുന്നവരാണ്. അള്ളാഹുവേ, ദുആഇന് ഉത്തരം കിട്ടുന്ന ഒരു മജ്ലിസാക്കി തരണേ റബ്ബേ. അള്ളാഹു ഞങ്ങളുടെ തെറ്റുകൾ മാപ്പാക്കി താ റബ്ബേ. ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ നീ പുറത്തു താ റബ്ബേ. അള്ളാഹുവേ, അത് എത്രയാണെന്ന് പോലും ഓർത്തെടുക്കാൻ കഴിയാത്ത വിധം അത്രയും നീണ്ടുകിടക്കുന്ന ഞങ്ങളുടെ തിന്മയുടെ പാപങ്ങളുടെ റെക്കോർഡിൽ നിന്ന് ആ തിന്മകളൊക്കെ നീ മായ്ച്ചു കളയണേ അല്ലാഹ്. ഇന്നക തംഹു മാ തശാഉ വതുസ്ബിതു വഇൻദക ഉമ്മുൽ കിതാബ്. അല്ലാഹു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അത് മായ്ച്ചു കൊടുക്കുന്നുണ്ട്, നീ ഉദ്ദേശിക്കുന്നവർക്ക് അത് ബാക്കിയാക്കുന്നുണ്ട്. അല്ലാഹു, ഞങ്ങളത് നീ മായ്ച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ അകവും പുറവും നന്നാക്കണേ റബ്ബേ. ഞങ്ങളുടെ ശരീരത്തിന്റെ അസുഖങ്ങൾ ശിഫയാക്കി താ തമ്പുരാനെ. ഞങ്ങളുടെ ഖൽബിന്റെ അസുഖങ്ങൾ ശിഫയാക്കി താ റബ്ബേ. അല്ലാഹുവേ, അസൂയയും കിബറും ആളുകളോട് ദേഷ്യവും അഹങ്കാരവും താൻപോരിമയും അങ്ങനെ നീ ഇഷ്ടപ്പെടാത്ത ഹൃദയത്തിന്റെ എല്ലാ മാലിന്യങ്ങളും ഞങ്ങളുടെ ഖൽബിൽ നിന്ന് നീ നീക്കിത്തരണം പടച്ചവനെ. അല്ലാഹു, നിനക്ക് ഇഷ്ടമുള്ള സ്വഭാവം അത് ഞങ്ങളുടെ സ്വഭാവമാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ആളുകൾ ഞങ്ങളിലേക്കൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പേ അത് സ്വന്തമായി കാണാനുള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും സാധുക്കളാണ് റബ്ബേ, പാപികളാണ് റബ്ബേ, ഇൽമു കുറഞ്ഞവരാണല്ലോ, അമല് കുറഞ്ഞവരാണ് പടച്ചവനെ, തഖ്വ കുറഞ്ഞവരാണല്ലോ. അല്ലാഹു, ഞങ്ങൾ നിന്റെ മുമ്പിൽ സമ്മതിക്കുകയാണ് പടച്ചവനെ. വന്നുപോകുന്ന തെറ്റുകൾ മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ഒരുപാട് ചെറുപ്പക്കാരികളും ഒക്കെ ഈ സദസ്സിലുണ്ട്, ഞങ്ങളുടെ ഉമ്മത്തുകളിലുണ്ട് പടച്ചവനെ. സാഹചര്യങ്ങളിൽ, കൂട്ടുകാരിൽ, സമ്മർദ്ദങ്ങൾ വഴങ്ങി ചെയ്തു പോകുന്ന ഒരുപാട് തെറ്റുകൾ അല്ലാഹുവേ മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. ഞങ്ങൾക്കൊക്കെ മാപ്പാക്കി തരണേ റബ്ബേ. ഹിദായത്തിലേക്ക് തിരിച്ചു വരാൻ അവസരം കൊടുക്കണേ റബ്ബേ. അല്ലാഹു, തിന്മ ചെയ്ത് നടക്കുന്ന ഒരുപാട് ആളുകൾ ഈ സദസ്സിലേക്ക് പോലും എത്താൻ കഴിയാതെ ഞങ്ങളുടെ പരിസരങ്ങളിൽ റൂമുകളിൽ കിടന്നുറങ്ങുന്നവരും അല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. അല്ലാഹുവേ, ഈ രീതിയിൽ അവർ മരിച്ചുപോയാൽ, തൗബ ചെയ്യാൻ അവസരമില്ലാതെയായി പോയാൽ അല്ലാഹുവേ, പിന്നെ ഹിസാബ് നിന്റെ കയ്യിലാണ് പടച്ചവനെ. ഈ ഉമ്മത്തിൽ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളുമായ എല്ലാവർക്കും നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ അവസരം നൽകണേ റബ്ബേ. നിന്നിലേക്ക് പശ്ചാത്തപിക്കാൻ ഒരു അവസരം കൊടുക്കണേ റബ്ബേ. നിന്റെ ദീനിനെ അടുത്തറിയാൻ ഒരു അവസരം കൊടുക്കണേ റബ്ബേ. ഇസ്ലാം എന്താണെന്നോ ദീൻ എന്താണെന്നോ അറിയാതെയോ തെറ്റിദ്ധാരണ കൊണ്ടോ നടക്കുന്നവർ ദീനിലേക്ക് അടുപ്പിക്കണേ പടച്ചവനെ. ഇൽമ് തരണേ റബ്ബേ. നല്ല ബോധം നൽകണേ പടച്ചവനെ. അല്ലാഹു, ഞങ്ങളുടെ ഇൽമിനും ഞങ്ങളുടെ ഈമാനിനും കോട്ടം തെറ്റുന്ന ഒന്നും കേൾക്കാതെയും കാണാതെയും അറിയാതെയും ഞങ്ങളെ കാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഈമാനിനെ ഇളക്കി മറിക്കുന്ന പ്രഭാഷണങ്ങളോ വാക്കുകളോ കേൾക്കാതെ ഞങ്ങളെ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ ഈമാനിനെയും യഖീനിനെയും ബാധിക്കുന്ന, തകരാറിലാക്കുന്ന ഒരു ഇൽമും ഞങ്ങൾക്ക് വേണ്ട പടച്ചവനെ. അല്ലാഹു, ഈ ഉമ്മത്തിനെ കാക്കണേ പടച്ചവനെ.
ഈമാനിൽ നിന്ന് കുഫറിലേക്ക് ഓടിപ്പോകുന്ന കാലമാണ് പടച്ചവനെ. ഞങ്ങളുടെ ഈമാൻ കെട്ടുപോകാതെ നീ സൂക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ കാക്കണേ പടച്ചവനെ, മക്കളുടെ മക്കളെ കാക്കണേ റബ്ബേ. തലമുറകളോളം നിന്റെ ദീനിന്റെ അഹ്ലുകാരായി നിലനിർത്തണേ പടച്ചവനെ. അള്ളാഹു, ഒരുപാട് രോഗികളുണ്ടല്ലാ. ഞങ്ങൾ ഓരോരുത്തരും ചെറുതും വലുതുമായ രോഗം കൊണ്ട് മരുന്ന് കഴിക്കുന്നവരും അല്ലാത്തവരുമാണ്. അള്ളാഹുവേ, നീ ശിഫ തരണേ പടച്ചവനെ. ഇത് നിന്റെ ഇൽമ പറയപ്പെടുന്ന സ്ഥലമാണ് റബ്ബേ. നിന്റെ മലക്കുകൾ ഞങ്ങളോടൊപ്പമുണ്ട് പടച്ചവനെ. നിന്റെ കലാം ഓതപ്പെടുന്ന സ്ഥലമാണല്ലോ. നിന്റെ ഹബീബിനെ പറയപ്പെടുന്ന സ്ഥലമാണല്ലോ. നിന്റെ ഭൂമിയിൽ നിനക്ക് ഇഷ്ടമുള്ള മജ്ലിസുകളിൽ ഒരു മജ്ലിസാക്കി നിന്നെ സ്വീകരിക്കണേ പടച്ചവനെ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ശിഫദാ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തർക്കും ശിഫദാ റബ്ബേ. മക്കൾക്ക് ശിഫ തരണേ റബ്ബേ. സഹോദരന്റെ വാപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞു ദ്വാരക്കാൻ പറഞ്ഞു. അള്ളാഹുവെ, ശിഫ കൊടുക്കണേ റബ്ബേ. ഒരുപാട് സഹോദരിമാർ, ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു, ഒരുപാട് ആളുകൾ ഈ സദസ്സിലുള്ളവർ, ഞങ്ങളുമായി ബന്ധമുള്ള ഓരോരുത്തരും ഞങ്ങൾ ആരൊക്കെ മനസ്സിൽ കരുതുന്നുണ്ടോ പടച്ചവനെ, എല്ലാവർക്കും ശിഫ കൊടുക്കണേ റബ്ബേ. മാരകങ്ങളായ സുഖം തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. അല്ലാഹുവേ, ക്യാൻസർ പോലുള്ള രോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ് പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ ബലാഉം നിന്റെ മുസീബത്തും നീ ഞങ്ങൾക്ക് നൽകുന്ന ഇബ്തിലാഉകളും അല്ലാഹുവേ, 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 അത് സഹിക്കാനുള്ള കെൽപ്പ് ഞങ്ങൾക്കില്ല റബ്ബേ. അല്ലാഹുവേ, അത്തരം അസുഖങ്ങൾ ഒരാൾക്കും വരാതെ കാക്കണേ അല്ലാ. അത്തരം അസുഖങ്ങൾ വന്നവർക്ക് നീ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ പടച്ചവനെ. നീ അത്ഭുതകരമായി ശിഫയാക്കണേ അല്ലാ. അല്ലാഹു, ഇത് കാണാൻ ഞങ്ങളെ കൊണ്ട് വയ്യ റബ്ബേ. അത് കേൾക്കാൻ ഞങ്ങളെ കൊണ്ട് വയ്യ പടച്ചവനെ. ഞങ്ങളിൽ ആർക്കെങ്കിലും അതിന്റെ വല്ല വൈറസുകളും ശരീരത്തിലുണ്ടോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല അല്ലാ. നിനക്കല്ലാതെ മറ്റാർക്കും അറിയാത്ത അല്ലാമുൽ ഗുയൂബായ പടച്ചവനെ, ഞങ്ങളിൽ അത്തരം അപകടകാരികളായ രോഗങ്ങൾ വരാതെ കാക്കണേ അല്ലാ. ഈ സദസ്യം ഞങ്ങളോടൊപ്പം ഇത് വീക്ഷിക്കുന്ന, ഓൺലൈനിലും മറ്റും വീക്ഷിക്കുന്ന, ആമീൻ പറയുന്ന, ദുആ ഇറക്കുന്ന ആള്, ഞങ്ങൾ എല്ലാവരെയും ഇതിൽ പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾ ആർക്കും ഇത്തരം അപകടങ്ങൾ വരാതെ കാക്കണേ റബ്ബേ. റോഡ് അപകടങ്ങളിൽ നിന്ന് കാക്കണേ പടച്ചവനെ. ഞങ്ങൾ നാട്ടിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് പ്രവാസികളായി വന്നവരാണ്, യാത്ര ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ യാത്രയിലും നാട്ടിലും ഒക്കെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹു, ഈ സമൂഹത്തിൽ ഫിത്ന വരാതെ കാക്കണേ പടച്ചവനെ. ഈ സമൂഹം തമ്മിൽ തല്ലി അപകടപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് കാക്കണേ പടച്ചവനെ. ഈ സമൂഹത്തിന്റെ ഫിത്ന അല്ലാഹുമ്മ ലാ തജ്അൽ ബഅസനാ ബൈനനാ. പടച്ചവനെ, ഈ സമൂഹം തമ്മിൽ തല്ലുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കല്ലേ റബ്ബേ. അല്ലാഹു, അത്തരം ഫിത്നക്ക് കാരണക്കാരായ ആളുകൾ ആരോ അവരെ നീ പിടിച്ചു കെട്ടണം പടച്ചവനെ. അവർക്ക് ഹിദായത്തിലേക്ക് വഴി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു, നന്മയിലേക്ക് വഴി കൊടുക്കണേ പടച്ചവനെ. നിന്റെ ദീനിൽ ഒരു ഫിത്നയും വരാതെ കാക്കണേ അല്ലാ. നിന്റെ ദീനിൽ ഫിത്ന വരാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹു, നിന്റെ ദീനിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന മുഖ്ലിസീങ്ങളായ ഉലമാ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ മരിച്ചുപോയ ഒരുപാട് ആളുകൾ, ദീനിന് വേണ്ടി പ്രവർത്തിച്ചവർ, സമസ്തയുടെ ആലിമീങ്ങളും ഉമറാക്കളുമായ പ്രവർത്തകരായ ഒരുപാട് ആളുകൾ, പടച്ചവനെ എല്ലാവർക്കും മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ. ഞങ്ങളൊക്കെ മരിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കുന്നവരെ നീ ഉണ്ടാക്കി തരണേ റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന ആളുകളെ നീ തയ്യാറാക്കണേ പടച്ചവനെ. ആർക്കും കിട്ടാതെ പോകുന്ന തരത്തിലൊരു മയ്യത്താക്കി തരല്ലേ പടച്ചവനെ. അല്ലാഹു, ഞങ്ങൾക്ക് വേണ്ടി മുഅ്മിനീങ്ങൾ ദുആ ഇറക്കുമ്പോൾ ശഫാഅത്ത് ചെയ്യുമ്പോൾ അത് മുഖേനെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. നാളെ ഖബറിലും ഹിസാബിലും മീസാനിലും സിറാത്തിലും ഞങ്ങളോട് റഹ്മത്തിന്റെ നോട്ടം നോക്കല്ലാ. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗം കടക്കാനുള്ള ഭാഗ്യം താ പടച്ചവനെ. നിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം താ റബ്ബേ. അല്ലാഹുവേ, അല്ലാഹുവേ, നിന്റെ അഷ്റഫുൽ ഖൽഖിന്റെ കൂടെ, അംബിയാഇന്റെ കൂടെ, സ്വഹാബത്തിന്റെ കൂടെയൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിന്റെ ആഖിർ സമാനിലെത്തിയ ഞങ്ങൾ അവിടത്തോട് കൂടെ നിൽക്കാൻ കൊതിക്കുകയാണല്ലോ. അത് ഞങ്ങൾ ചോദിക്കുകയാണ് പടച്ചവനെ. ഇത് ഞങ്ങളുടെ അപേക്ഷയാണല്ലോ. ഹബീബിനെ കണ്ടുകൊണ്ട് കാണാൻ പറ്റിയിട്ടില്ല പടച്ചവനെ. അവിടുത്തെ സ്വഹാബത്തിനെ പോലും കാണാൻ പറ്റിയിട്ടില്ലല്ലോ. താബിഈങ്ങളെ കണ്ടിട്ടില്ല പടച്ചവനെ. അവരോടൊക്കെ ഹുബ്ബുണ്ടല്ലോ, സ്നേഹമുണ്ട് പടച്ചവനെ. അവരൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് ഞങ്ങളൊക്കെ ചേർക്കണേ പടച്ചവനെ. اللهم اجعلنا من المغفورين، اللهم اجعلنا من المرحومين، اللهم اجعل لنا من رحمتك ومغفرتك حظا وافرا بحق نبيك وسيدنا محمد صلى الله عليه وسلم، وبحق صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. മുനവ്വറയിൽ അന്തിയുറങ്ങും ത്വാഹ റസൂലേ സലാം.